ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 81-ാമത്തെ ക്ലാസ്സിലേക്ക് 2026 മാർച്ച് മാസം 24-ാം തീയതി ചൊവ്വാഴ്ച എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നാം നടത്തി വരുന്ന വെളിപ്പാട് പുസ്തക പഠന പരമ്പരയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധനാമം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ദൈവീയ സത്യങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ രാത്രി നാം തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത് രാജ്യത്തെ ഏറ്റെടുത്ത കർത്താവായ യേശു ക്രിസ്തു മഹാരാജാവായി അവൻ്റെ വിവാഹം സ്വർഗത്തിൽ നടക്കുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് രാത്രി നാം ചിന്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 7 ഇടിനാത്തിൽ മറിഞ്ഞിരിക്കുന്ന 7 ദിവസങ്ങൾ നമ്മൾ അത് ചിന്തിച്ചിരുന്നു. അത് വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളെ നാം വ്യാഖ്യാനിച്ചാണ് അതിൽ നിന്ന് 7 ദിവസങ്ങൾ നമ്മൾ എടുക്കുവാനായിട്ട് ഇടയാത്തുന്നത്. അത് നിങ്ങൾ മറന്നുപോയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കല്യാണ ദിവസം അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ വേർതിരിച്ചെടുത്തത് എന്നതിനെക്കുറിച്ച് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം ഞാൻ വേഗത്തിൽ ഒന്നുകൂടി ഓർപ്പിക്കാം. കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ പഠിപ്പിക്കുന്നത്? വെളിപ്പാട് പുസ്തകം അങ്ങനെ എഴുതിയിട്ടില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ശരിയാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഒരുപക്ഷെ ഉണ്ടാകാം. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ മറിഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ വെളിപ്പെടുത്തി അത് നമ്മൾ 7 ദിവസങ്ങളെ ഇടിനാത്തിൽ മറിഞ്ഞിരിക്കുന്ന 7 ദിവസങ്ങളുള്ള ബന്ധത്തിൽ എങ്ങനെ വെളിപ്പെടുത്തിയിരിക്കുന്നു, അതിലെങ്ങനെയാണ് ഈ കല്യാണ നാള് അതിലുണ്ട് എന്നുള്ളത് ഏത് വചനത്തെ അടിസ്ഥാനമാക്കിയാണ് എന്നുള്ള സംശയം ആർക്കെങ്കിലും ഉയരുന്നുണ്ടെങ്കിൽ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 18 വരെയുള്ള 3 വാക്യങ്ങളിലാണ് ഈ 7 ദിവസങ്ങൾ മർമ്മമായി അടങ്ങിയിരിക്കുന്നത്. അതിൽ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനും ആയിത്തീർന്നിരുന്നത് സേനാ ദിവസത്തിലാണ്. അവൻ എന്നേക്കും വാഴും എന്നുള്ളത് ഉണ്ടാക്കുവാനുള്ള ദിവസത്തിലാകുന്നു. മഹാശക്തി ധരിച്ച് വാഴുന്നത് കൂടാര പെരുന്നാളിലാണ്. സഹസ്രാബ്ദ വാഴ്ചയിലാണ് യേശു മഹാശക്തി ധരിച്ച് ഭൂമിയിൽ വാഴുന്നത്. ജാതികളുടെ കോപവും അതിന്മേൽ സർവശക്തനായ ദൈവത്തിൻ്റെ കോപവും വരുന്നതുമായ കാലം പ്രതികാര ദിവസമാണ്. അതേക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു. മരിച്ചവരെ ന്യായം വിധിപ്പാനുള്ള കാലം ഒടുക്കത്തെ നാളിലാണ് മരിച്ചവരെ ന്യായം വിധിക്കുന്നത്. ദൈവത്തിൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായ അവൻ്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുക്കാനുള്ള കാലമാണ് കുഞ്ഞാടിൻ്റെ കല്യാണ നാൾ. ഇന്നലെ നാം ചിന്തിച്ച ഭാഗത്ത് സ്വർഗത്തിൽ നിന്ന് സ്വർഗീയ സിംഹാസനത്തിൽ പിതാവാം ദൈവം തൻ്റെ പുത്രനാകുന്ന ക്രിസ്തുവിനെ വാഴ്ത്തുവിനെന്ന് പറയുമ്പോൾ അവിടെ പറയുന്ന ദൈവത്തിൻ്റെ ഭക്തന്മാർ ചെറിയവരും വലിയവരുമായുള്ളവരെ അവനെ വാഴ്ത്തുവി എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചിരുന്നു. പഴയ നിയമ വിശ്വാസികളുടെ ബന്ധത്തിൽ, ഭക്തന്മാരുടെ ബന്ധത്തിൽ അവിടെ വലിപ്പച്ചെറുപ്പമുണ്ട്. അവിടെ ചെറിയവരും വലിയവരുമുള്ള വേർതിരിവുണ്ട്. എന്നാൽ മണവാട്ടിയോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ഒരു ഗണത്തിൽപ്പെടുന്നവർക്ക് അവിടെ വലിപ്പച്ചെറുപ്പമില്ല. അവർ അപ്പോസ്തലിക പദവിയിലുള്ളവരാണ്. എന്നാൽ അവരുടെ അത്രയും പദവിയുള്ളവരല്ല പ്രവാചക പദവിയിലുള്ളവർ. അവർ ചന്ദ്രതേജസ്സുള്ളവരാണ്. മണവാട്ടി സൂര്യതേജസ്സുള്ളവരാണ്. അതുപോലെ പ്രവാചക ഗണത്തിൽപ്പെടുന്ന മണവാട്ടിയുടെ തോഴിമാർ അവർക്ക് ചന്ദ്രതേജസ്സാണുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ വലിപ്പച്ചെറുപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മണവാട്ടിയുടെ തുല്യതയല്ല മണവാട്ടിയുടെ തോഴിക്കുള്ളത്, അതുപോലെ തോഴന്മാർക്കുള്ളത്. തോഴന്മാരിൽ തന്നെ വ്യത്യസ്തമായിരിക്കുന്ന 2 നിലവാരങ്ങളുള്ളവരുണ്ടെന്നുള്ളതും നമ്മളത് മനസ്സിലാക്കുമ്പോൾ അപ്പോൾ ഇവർക്കെല്ലാം പ്രതിഫലം കിട്ടുന്നത് കുഞ്ഞാടിൻ്റെ കല്യാണ ദിവസത്തിലാണ്. അപ്പോൾ സ്വർഗാസുരത്തിൽ എത്തിച്ചേരുന്ന ചെറിയവരും വലിയവരുമായ വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിൽ അവർക്ക് പ്രതിഫലം ലഭിക്കുന്നത് അന്നാകുമ്പോൾ, കുഞ്ഞാടിൻ്റെ മണവാട്ടിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ മഹാപ്രതിഫലം എന്നുള്ളത് യേശുക്രിസ്തുവിനെ മണവാളനായി ലഭിക്കുന്നതാണ്. അവനോട് ചേരുന്നതോടുകൂടി അവനുള്ളതിന് മുഴുവനും മണവാട്ടി സഭ അർഹതപ്പെടുന്നു, അവകാശികളായിത്തീരുന്നു എന്നുള്ളത് നമുക്കത് കഴിഞ്ഞ ദിവസങ്ങളുടെ ചിന്തയിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ മണവാട്ടി സഭയുടെ നിലവാരത്തിലേക്ക് പ്രവാചക പദവിയിലുള്ളവർക്കോ നക്ഷത്ര പദവിയിലുള്ളവർക്കോ എത്തിച്ചേരാൻ കഴിയത്തില്ല. അപ്പോൾ അവിടെ തന്നെ നമുക്ക് വലിപ്പച്ചെറുപ്പങ്ങൾ നമുക്ക് നിലവാരങ്ങളുടെ ബന്ധത്തിൽ കാണാൻ സാധിക്കും.
അപ്പോസ്തലിക പദവിയിൽ എത്തുന്നത് തികവ് പ്രാപിക്കുന്ന മണവാട്ടി സഭയാണ്, സൂര്യതേജസ്സാണ്. അത് ക്രിസ്തുവിനോടൊന്നായി ചേരുന്നവരാണ്. രണ്ടാമത്തെ പദവിയിലുള്ളവർ പ്രവാചക പദവി അലങ്കരിക്കുന്നവരാണ്. അവർക്ക് ലഭിക്കുന്നത് ചന്ദ്രതേജസ്സാണ്. അവർ നഗരത്തിൻ്റെ ഭാഗമായി തീരാനുള്ള വിശുദ്ധന്മാരാണ്. അവർ കുഞ്ഞാടിൻ്റെ കല്യാണത്തിൽ മണവാട്ടിയുടെ തോഴിമാരാകുന്ന ഗണത്തിൽപ്പെടുന്നവരാകുന്നു. മൂന്നാമത് കുഞ്ഞാടിൻ്റെ തോഴ്മക്കാട് ഗണത്തിൽ അവനോട് കൂടെ നടക്കുവാൻ യോഗ്യത ലഭിക്കുന്നവരിൽ രണ്ട് കൂട്ടരുണ്ട്. ഒന്ന് പഴയ നിയമത്തിൻ്റെ ശ്രേഷ്ഠന്മാരാക്കിയ വിശുദ്ധന്മാർക്ക് നക്ഷത്രതേജസ് ലഭിക്കുമ്പോൾ അതോടൊപ്പം തന്നെ ഇസ്രായേലാകുന്ന ദൈവത്തിന് സ്വന്തം ജനത്തിൽ നിന്ന് 144,000 പേരെ ആദിഫലമായി അവരെ ഒരു വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. അവരും സ്വർഗീയതേജസ് പ്രാപിക്കുന്നവരും നക്ഷത്രങ്ങൾ വ്യത്യസ്തതയുള്ളവരായിരിക്കും. അപ്പോൾ ഇത്രയും വേർതിരിവുകൾ നിലകൾ തമ്മിൽ ഉണ്ടെങ്കിൽ ഈ നിലകളിൽ എത്തിച്ചേരുന്നവരിൽ അവരിൽ വേർതിരിവില്ല. മണവാട്ടി സഭയിലുള്ള എല്ലാവരും ഒരുപോലെയാണ്. മണവാട്ടിയുടെ തോഴിമാരാകുന്നവരെല്ലാവരും ഒരുപോലെയാണ്. അതുപോലെ തന്നെ പഴയ നിയമശ്രേഷ്ഠന്മാരായിട്ടുള്ള തോഴ്മക്കാരിൽ നക്ഷത്രതേജസ് പ്രാപിക്കുന്നവർ ഒരേ നിലയിലായിരിക്കും. വ്യത്യസ്തമായിരിക്കും നിലവാരമുള്ളവർ ഒരേ നിലയിലായിരിക്കും. അപ്പോൾ ഇവർക്കെല്ലാം പ്രതിഫലം ലഭിക്കുന്നത് കുഞ്ഞാടിൻ്റെ കല്യാണ നാളാകുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 15-18 വാക്യങ്ങളെ അടിസ്ഥാനമാക്കി നമ്മൾ 7 ദിവസങ്ങൾ ഇതിൽ നിന്ന് വേർതിരിച്ചപ്പോൾ ഞാൻ വെറുതെ ഒരു ദിവസമാണ് എന്ന് പറയുകയല്ല ചെയ്തത്. അതിനുള്ള തെളിവിനോട് സഹിതമാണ് നമ്മളത് പഠിച്ചത്. അപ്പോൾ അതിൻ്റെ അവസാനമായിട്ട് നമ്മൾ കണ്ടത് ഭൂമി നശിപ്പിക്കുന്ന നശിപ്പാനുള്ള കാലം മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ക്രോധ ദിവസം. അതിനെ നമ്മൾ ഓർഡറിലെടുത്തതാണ്. പ്രതികാര ദിവസം, സേനാ ദിവസം, കുഞ്ഞാടിൻ്റെ കല്യാണ നാൾ, മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ക്രോധ ദിവസം, കൂടാര പെരുന്നാൾ, ഒടുക്കത്തെ നാൾ, ഉണ്ടാക്കുവാനുള്ള ദിവസം. ഇപ്പം ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ഈ 3 വാക്യങ്ങളിൽ ഉണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമായി നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ അതിൽ 7 ഇടിനാത്തിൽ പറഞ്ഞിരിക്കുന്ന 3-ാമത്തെ ദിവസമാണ് കുഞ്ഞാടിൻ്റെ കല്യാണ നാൾ. അപ്പോൾ കുഞ്ഞാടിൻ്റെ കല്യാണ നാളിലാണ് ചെറിയവരും വലിയവരുമായവർക്ക് സ്വർഗത്തിൽ പ്രതിഫലം കിട്ടുന്നത്. അവർക്ക് പ്രതിഫലം കിട്ടുമ്പോൾ അവർക്ക് ലഭിക്കാവുന്ന സ്വർഗീയ സന്നിധാനത്തിൽ അവർക്ക് ലഭിക്കുന്ന പദവി വളരെ വലുതാണ്. അന്ന് അതാണ് കുഞ്ഞാടിൻ്റെ കല്യാണ നാളുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരൊറ്റ വാക്യമേ അതിൻ്റെ അകത്ത് 7 2 വാക്യങ്ങൾ മാത്രമേ വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ മർമ്മത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അത് ഇപ്രകാരം രേഖപ്പെടുത്തുക: നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ എന്ന് ആണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ 19-ാം അധ്യായത്തിൽ വലിയ പുരുഷാരത്തിൻ്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിൽ എഴുച്ച പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത് ഹല്ലേലൂയ, സർവശക്തിയുള്ള ദൈവമായ നമ്മുടെ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. അവർ പ്രധാന കാര്യങ്ങൾ വിളിച്ചു പറയുകയാണ്. സ്വർഗത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കണ്ടുകൊണ്ട് രാജ്യത്വമേറ്റിരിക്കുന്നു, രാജാവായി രാജ്യത്വമേറ്റിരിക്കുന്നു. തുടർന്ന് പറയുകയാണ്: നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അപ്പോൾ അന്ന് അവിടെ ചെല്ലുന്ന വിശുദ്ധന്മാരെല്ലാവരും ഒരുമിച്ച് പ്രകീർത്തിക്കുകയാണ്. ആരെയാണ് പ്രകീർത്തിക്കുന്നത്? കുഞ്ഞാടാം ദൈവത്തെ മഹത്വപ്പെടുത്തി പറയുകയാണ്. അവൻ രാജാവായി അവൻ രാജ്യത്വം ഏറ്റെടുത്തിരിക്കുന്നു. അത് മാത്രമല്ല, നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. അപ്പോൾ അവർ പറയുക, നാം ഇന്ന് സന്തോഷിച്ച് ഉല്ലസിക്കേണ്ട ദിവസമാണ്, കല്യാണ ദിവസമാണ്. അപ്പോൾ കല്യാണ ദിവസത്തിൽ, മഹാരാജാവിൻ്റെ കല്യാണ ദിവസത്തിൽ അവനോട് ചേരുന്ന പരിചാരക വൃന്ദത്തിൽപ്പെടുന്ന അവർ വളരെ സന്തോഷത്തിലാണ്. നമുക്കറിയാം, ഒരു കൊട്ടാരത്തിൽ കല്യാണം നടക്കുമ്പോൾ അവിടെയുള്ള അന്തേവാസികൾ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് വളരെ സന്തോഷമായിരിക്കും. അപ്പം അതുപോലെ ഇവർ പറയുകയാണ്, നാം സന്തോഷിച്ച്. അവിടെ ഈ പഴയ നിയമത്തിന് ശേഷം വായിക്കുന്ന അബ്രഹാം ഉൾപ്പെടെയുള്ളവരും അതുപോലെ തന്നെ 144,000 ഗണത്തിൽപ്പെടുന്നവരും സഭയുടെ തോഴിമാരായിരിക്കുന്ന ചന്ദ്രദേശമുള്ള എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിൽ രക്തസാക്ഷിത്വം വരിച്ചവരും അല്ലാതെ അതിന് മുമ്പ്
ആ പദവിയിൽ മരിച്ചുപോയ സകലരും സ്വർഗീയ തേജസ് പ്രാപിച്ചുകൊണ്ട് അവരെല്ലാം ഒരുമിച്ച് സ്വർഗത്തിൽ വിളിച്ച് പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് അവർ പറയുന്നത്? കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തിയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് അപ്പോൾ കുഞ്ഞാടിനെ മഹത്വപ്പെടുത്തിയപ്പോൾ ഉടൻ തന്നെ അവളുടെ കാന്തിയെക്കുറിച്ചും അവൾ പറയുകയാണ്. കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തിയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അപ്പോൾ ഇവിടുന്ന് ഒരുക്കപ്പെട്ടിരിക്കുന്ന ദൈവസഭ സ്വർഗാസ്വർഗത്തെ എത്തിച്ചേർന്നു എന്നുള്ളത് അവൾ തന്നെത്താൻ ഒരുക്കപ്പെട്ടവനാണ്. ഭൂമിയിൽ വെച്ച് തന്നെത്താൻ വിശുദ്ധിയെ തികച്ചൊരുക്കിയിരിക്കുന്ന മണവാട്ടി വൃന്ദത്തിലുള്ള അവരെല്ലാം സ്വർഗാസ്വർഗത്തിൽ എത്തിയിരിക്കുന്ന മണവാളനും മണവാട്ടിയും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇവർ അവിടെ ഉറക്കെ പാടുന്നത്. എന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ, അവരത് പാടുമ്പോൾ അതിൻ്റെ അകത്ത് അവർ വിളിച്ചു പറയുന്നത് വലിയ മർമ്മമാണ് അവിടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷവസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തിയിൽ തന്നെ. ഇവിടെ ഇതാണ്, ഇത്രയുമാണ് അവർ അവിടെ ഉച്ചത്തിൽ ഘോഷിക്കുന്നത്. അപ്പോൾ ഇവർ പറയുകയാണ്, അവൾ തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു, ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരുന്ന വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ. അപ്പോൾ കുഞ്ഞാടിൻ്റെ മണവാട്ടിയെ പ്രകീർത്തിക്കുകയാണ്. കാന്തയെ, ഒരുക്കപ്പെട്ട കാന്തയെ കണ്ടിട്ട് പറയുകയാണ് വിശേഷ വസ്ത്രം ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു വലിയ മർമ്മമാണ്. അപ്പോൾ അതേക്കുറിച്ച് സങ്കീർത്തനത്തിൻ്റെ 45-ാം സങ്കീർത്തനം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ കോരപുത്രന്മാർ എഴുതിയ പ്രേമഗീതം എന്ന് പറഞ്ഞിരിക്കുന്ന സങ്കീർത്തനം, പ്രേമഗീതമായി രേഖപ്പെടുത്തിയ 45-ാം സങ്കീർത്തനത്തിൻ്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ കുഞ്ഞാടിൻ്റെ കല്യാണത്തോടുള്ള ബന്ധത്തിൽ രചിച്ചിരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഗീതമാണ്. അതുപോലെ ഉത്തമഗീതത്തിലും നിരവധി കാര്യങ്ങൾ. പക്ഷേ കുഞ്ഞാടിൻ്റെ കല്യാണത്തെക്കുറിച്ചുള്ള സുദീർഘമായിരിക്കുന്ന പഠനത്തിലേക്കോ നമ്മളത് കടന്നു പോകുന്നില്ല. എന്നാൽ 7 ഇടിനാഥത്തിൽ മറിഞ്ഞിരിക്കുന്ന 3-ാമത്തെ ദിവസമായിരിക്കുന്ന കുഞ്ഞാടിൻ്റെ കല്യാണ നാൾ സ്വർഗാസ്വർഗത്തിൽ നടക്കുമ്പോൾ അവളെ അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് എത്ര ശ്രേഷ്ഠകരമായ കാര്യമാണ്. ഇപ്പം മണവാളനായിരിക്കുന്ന മഹാരാജാവും മണവാട്ടിയാകുന്ന അവനോട് ചേരുവാൻ പോകുന്ന രാജകുമാരിയെക്കുറിച്ചും 45-ാം സങ്കീർത്തനം ഇവിടെ കോരപുത്രന്മാർ അവർ ആത്മാവിൽ ദർശിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നതിനെ കുറിച്ച് 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. അന്തഃപുരത്തിലെ രാജകുമാരി ശോഭാ പരിപൂർണയാകുന്നു. അവളുടെ വസ്ത്രം പൊൻകസവ് കൊണ്ടുള്ളത്. അവളെ ചിത്രത്തെയുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെ നിന്റെ അടുക്കൽ കൊണ്ടുവരും. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ അവരെ കൊണ്ടുവരും. അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. ഇവിടെ ഇതേക്കുറിച്ച് പറയുമ്പോൾ നിർമ്മല കന്യകയെക്കുറിച്ചാണ്. അന്തഃപുരത്തിലെ രാജകുമാരി ശോഭാ പരിപൂർണിയാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് നിർമ്മല കന്യകയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവളുടെ വസ്ത്രം പൊൻകസവ് കൊണ്ടുള്ള വിശേഷ വസ്ത്രമാണ് ധരിപ്പിച്ചിരിക്കുന്നത് പറയുമ്പോൾ അവളെ ചിത്രത്തയിലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. ഇപ്പോൾ രാജാതിരാജാവ് രാജ്യത്വം ഏറ്റെടുത്ത ശേഷമേ വിവാഹം നടക്കുകയുള്ളൂ എന്നുള്ളതിനെ വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ ചിത്രത്തിലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെ നിന്റെ അടുക്കൽ കൊണ്ടുവരും. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ അവരെ കൊണ്ടുവരും. അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. ഇത് 45-ാം സങ്കീർത്തനം സാധാരണ നമ്മൾ വായിച്ച് നമ്മൾ പാടി കേൾക്കാറുള്ളത് വിവാഹത്തിൻ്റെ സന്ദർഭങ്ങളിലാണ്. പിതാക്കന്മാർ നമ്മുടെ ക്രിസ്തീയ വിവാഹത്തോടുള്ള ബന്ധത്തിൽ, വിശുദ്ധന്മാരുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ തന്നിരിക്കുന്ന നല്ലൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഓർഡർ നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പല കല്യാണങ്ങളിലും വിവാഹത്തിലും പങ്കെടുക്കുമ്പോൾ ഒരു സംതൃപ്തി തോന്നാറില്ല. പണ്ടുണ്ടായിരുന്ന ഒരു ആത്മീയത ഇന്ന് പല വിവാഹ ശുശ്രൂഷകളിലും എനിക്ക് അനുഭവപ്പെടുന്നില്ല. കാരണം അന്ന് ഈ 45-ാം സങ്കീർത്തനമൊക്കെ വായിച്ച് ആ അനുഗ്രഹിക്കപ്പെട്ട പാട്ടൊക്കെ പാടി അതിൻ്റെ രീതിയിൽ പണ്ടത്തെ പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷയുടെ രീതിയിൽ ആ വിവാഹം നടത്തിയാൽ എത്ര മനോഹരമായിരുന്നു, അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നു. പക്ഷെ ഇന്ന് അതിന് പകരമായിട്ട് ചിലർ കൊരിന്ത്യർ ലേഖനം വായിക്കുന്നു, സ്നേഹത്തെക്കുറിച്ച് വായിക്കുന്നു. അത് വല്ലാത്തൊരു രീതിയിലേക്ക് മാറ്റുക. ഞാൻ പറഞ്ഞത്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷകൾ മാറ്റുകയല്ല നമ്മുടെ പണി.
അതിനെ മാറ്റിയല്ല നമ്മളാണ് മാറേണ്ടത്. ചില എന്തെങ്കിലുമൊക്കെ മാറ്റണ്ടേ എന്ന് കണ്ടുകൊണ്ട് ദിവസങ്ങൾ പലതിനും മാറ്റിക്കൊണ്ടിരിക്കുക അല്ലേ. വിവാഹ ശുശ്രൂഷ ഞങ്ങളിപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ പല വിവാഹ ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ എനിക്ക് ഒരു വലിയ വിഷമം തോന്നിയിട്ടുണ്ട്. പക്ഷേ പണ്ടൊക്കെ ഉണ്ടായിരുന്ന വിവാഹ ശുശ്രൂഷ എത്ര ആത്മീയ കാഴ്ചപ്പാടോടും അനുഗ്രഹത്തോടെ തുടങ്ങിക്കഴിഞ്ഞാൽ തീരുന്നവരെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇന്നിപ്പം കയറി വന്ന ആരാണോ എന്തൊക്കെയോ വായിക്കുന്നു, കൊരിന്ത്യ ലേഖനം വായിച്ച് ലേഖനം വായിക്കുന്നു, ഈ 45 സങ്കീർത്തനമൊക്കെ അവർ വിട്ടുകളഞ്ഞു. അതുകൊണ്ട് എന്താ പ്രയോജനം? എന്താ? ഒരു പ്രയോജനമില്ല. നമ്മുടെ ശവസ്കാര ശുശ്രൂഷകൾ, അതുപോലെ നമ്മുടെ സ്നാന ശുശ്രൂഷ, നമ്മുടെ കർത്തൃമേശ, നമ്മുടെ വിവാഹ ശുശ്രൂഷ, ഇതൊന്നും ബൈബിളിൽ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അത് ചന്തോമുചിതമായി തന്നിരിക്കുന്നത് എത്ര അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകളെയാണ് ഇപ്പോൾ വികലമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതങ്ങനെ ചെയ്യാതെ ദൈവം തന്നിരിക്കുന്ന ശുശ്രൂഷകൾ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ വായിച്ച് പാടി വേണം വിവാഹ ശുശ്രൂഷ നടത്തേണ്ടത്. അത് മാറ്റുകയല്ല ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഈ തരണത്തിൽ ഓർപ്പിക്കുന്നു. കാരണം 45 സങ്കീർത്തനമൊക്കെ വായിച്ച് ആ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ വിവാഹ ശുശ്രൂഷ നടത്തിയാൽ അത് വലിയ സന്തോഷമാണ്, അനുഗ്രഹമാണ്. ഞാൻ പറഞ്ഞല്ലോ, ശുശ്രൂഷകളിൽ മാറ്റം വരുത്തിയല്ല ചെയ്യേണ്ടത്, നമുക്കാണ് മാറ്റം വരേണ്ടത്. അവിടെ ആണ് എന്തെങ്കിലുമൊക്കെ മാറ്റം വരാണ്ട്. ഇപ്പം ഇത്രയും ഇത് പാരമ്പര്യമൊന്നുമല്ല. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മളെല്ലാവരും ശ്വസിക്കുന്ന ഓക്സിജന് പകരമായിട്ട് ഞാൻ ഇന്ന് അത് ഇത്രയും നാൾ ഞാൻ ശ്വസിച്ചല്ലോ, അതുകൊണ്ട് നാളെ മുതൽ ഞാൻ ഹൈഡ്രജനെ ശ്വസിക്കുന്നുള്ളതെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അങ്ങനെയൊന്നുമില്ല. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ, നമ്മൾ വെള്ളമല്ലേ കുടിച്ചുകൊണ്ടിരിക്കുന്നത്, എല്ലാ ദിവസവും വെള്ളമല്ലേ കുടിക്കുന്നത്, വെള്ളമല്ലേ നമുക്ക് വേണ്ടത്, വെള്ളം കുടിക്കണം. അപ്പം അതിന് പകരമായിട്ട് നമ്മൾ മണ്ണെടുത്ത് കുടിക്കാൻ പറ്റുമോ? മാറ്റം വരുത്തുന്ന. അപ്പോൾ ശുശ്രൂഷകൾക്കകത്തെല്ലാം മാറ്റം വരും. ഞാനത് വളരെ കാര്യവിരുദ്ധയോടെ പറയുന്നത്, നിങ്ങൾ ഇത് ശ്രദ്ധിച്ചാൽ മതി. പണ്ടുള്ള കല്യാണ വിവാഹ ശുശ്രൂഷകൾ അത് വളരെ അനുകരിക്കപ്പെട്ടതായിരുന്നു. വചന ശുശ്രൂഷയ്ക്ക് വലിയ ഊന്നൽ കൊടുക്കുമായിരുന്നു. അപ്പോൾ ഈ വചന ശുശ്രൂഷയുടെ സമയത്ത് ആരെയും കുത്തുവോ ചാണ്ടുവോ ഒന്നും ചെയ്യാതെ നിർമ്മലമായ വചനം സംസാരിക്കാനുള്ള സമയമായിട്ട് ഉപയോഗിക്കാമെങ്കിൽ അത് എത്രയും നല്ല ഒരു ഓഡിയൻസിനെയാണെന്ന് കിട്ടുന്നതെന്ന് ഓർക്കുക. അതുപോലെ മരണാനന്തര ശുശ്രൂഷകൾ, ഇതൊക്കെ വളരെ പരിജ്ഞാനത്തോടെ ചെയ്യേണ്ടതാണ്. എന്നാൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ചിലർ കല്യാണത്തിൻ്റെ ഓർഡർ പോലും അറിയത്തില്ല. പലരും വന്ന് പല രീതിയിൽ ചെയ്തിട്ട് അവിടെ വന്ന് കൊരിന്ത്യ ലേഖനം വായിച്ച് സ്നേഹത്തിനെയൊക്കെ വായിച്ച് പോകുന്നതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഞാൻ പറഞ്ഞില്ല, അവിടെ ഇപ്പം അന്ന് എന്തര വായിച്ചാലും ആരും ഒന്നും കേൾക്കത്തില്ല. അതൊക്കെ പിന്നെ ശ്രദ്ധിച്ചിരിക്കുന്ന ഓഡിയൻസ് അത് വളരെ കരുതലോടെ ശ്രദ്ധിക്കുന്നുണ്ട്, മെസ്സേജ് കേൾക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വേണ്ടതായ രീതിയിൽ ശുശ്രൂഷ ചെയ്യുന്നത് ഏറ്റവും ധന്യമായിരിക്കും. നമുക്ക് 45 സങ്കീർത്തനം പാടേണ്ടത് നിശ്ചയമായിട്ടും അത് പാടേണ്ട സമയത്ത് പാടണം. അത് പാടേണ്ടത് എപ്പോഴാണ്? വിവാഹ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ പാടേണ്ടതാണ്. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള നിലവാരമുണ്ട്. പരിചയ വീട്ടിൽ പോയി 45 സങ്കീർത്തനം പാടാൻ പറ്റത്തില്ല. പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ മരണ വീട്ടിൽ അതിൻ്റെതായിട്ടുള്ള പാട്ടുകളുണ്ട്. അപ്പോൾ സാഹചര്യത്തിനനുസരിച്ച് വേണം പരിജ്ഞാനത്തോടെ ഇടപെടാനായിട്ട്. അത് പിതാക്കന്മാർ കാണിച്ചെന്ന മാതൃകയാണ്. അത് മാറിപ്പോകാൻ പാടില്ല. അവിടെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. മണവാട്ടിയായിട്ടുള്ള ഒരാളാണ് മരിച്ചു പോയിരിക്കുന്നത്. അതുകൊണ്ട് 45 സങ്കീർത്തനം അങ്ങോട്ട് ആരെങ്കിലും പാടുമോ? മണ്ണ് വിട്ട് എനിക്കിനി അറിയത്തില്ല, കുറച്ച് കഴിയുമ്പോൾ പാടുമോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം ഇങ്ങനെ മാറ്റങ്ങൾ പലതും വരുത്തുമ്പോൾ നമ്മൾ നോക്കുക, അത് വാസ്തവത്തിൽ ദൈവം തന്നിരിക്കുന്ന സിസ്റ്റത്തെ മറിച്ചിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അത് ചെയ്യാൻ പാടില്ല. നമ്മുടെ കർത്തൃമേശ, കർത്താവിൻ്റെ ശുശ്രൂഷയുള്ള കർത്താവിൻ്റെ മേശയുള്ള തരത്തിലുള്ള ശുശ്രൂഷകൾ, അതൊന്നും പ്രിയപ്പെട്ട പാരമ്പര്യങ്ങളോ ചടങ്ങുകളോ അല്ല. ദൈവം പറഞ്ഞു, അത് നിങ്ങൾ ഇവണ്ണം ചെയ്യുവീനെന്ന് പറഞ്ഞ് കാണിച്ചതാ, ഇല്ലേ? കർത്താവിനെയും കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ പാരമ്പര്യമാണെന്ന് പറഞ്ഞത് മാറ്റാൻ ശ്രമിക്കും. അതുപോലെ ഞാൻ നിങ്ങൾ കാണിച്ച പോലെ തന്നെ ചെയ്യണം എന്ന് കർത്താവ് പറഞ്ഞ് കാണിച്ചത് പാരമ്പര്യമല്ല. അതൊക്കെ ദൈവം കാണിച്ചു. നമുക്ക് സ്നാനപ്പെടാനുള്ള മാതൃക കാണിച്ചത് സ്നാനപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. അതൊക്കെ മാതൃകയായിട്ട് പിൻപറ്റി. അത് പാരമ്പര്യമല്ല. പെന്തക്കോസ്തുകാർ പാരമ്പര്യമാണ്, ഈ പാരമ്പര്യമൊക്കെ മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് വിവാഹ ശുശ്രൂഷ 45 സങ്കീർത്തനം 126 സങ്കീർത്തനം മാറ്റിവെക്കുന്നതല്ല ഉണർവ്. മാറ്റം അതങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. അതുപോലെ ശുശ്രൂഷകളിൽ വായിക്കേണ്ട ദൈവവചനങ്ങളും ശുശ്രൂഷിക്കേണ്ടതും അതതിൻ്റെ രീതിയിൽ നടക്കട്ടെ. സ്നാനശുശ്രൂഷ അത് നടക്കട്ടെ. അതൊന്നും മാറ്റുകയല്ല ചെയ്യേണ്ടതെന്ന് തന്നെ ഞാൻ ഓർപ്പിക്കുന്നത്. 45 സങ്കീർത്തനത്തിൻ്റെ ആ പ്രാധാന്യതയും അതിൻ്റെ ആ സൗന്ദര്യവും നമുക്ക് ആകർഷണീയതയും വിവാഹ വിഷയത്തോടുള്ള ബന്ധത്തിൽ വിവാഹ ദിവസത്തിൽ അത് ആലപിക്കുന്നത് കേൾക്കുമ്പോൾ വളരെ മനോഹരതയാണ് എന്നുള്ളത് ഒന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ആരും തന്നെ
അതിനെ മാറ്റിക്കളയരുതെന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞിരുന്നത്. കാരണം ഇത് കുഞ്ഞാടിൻ്റെ വിവാഹത്തിന് നിഴലിനുള്ള ബന്ധത്തിൽ കർത്താവായ ദൈവം തന്നെ സ്ഥാപിച്ചതാണ് വിവാഹ ശുശ്രൂഷ എന്നുള്ളതിനെ കുറിച്ചും നമുക്കറിയാം. അപ്പോൾ കർത്താവ് സ്ഥാപിച്ച ശുശ്രൂഷയാണ് വിവാഹം. അത് അന്നവിടെ പാട്ടുണ്ടായിരുന്നോ എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. കാരണം അവിടെ കർത്താവ് ദൈവവും ആദമും ഹവ്വയും, ആദത്തിൽ നിന്ന് ദൈവം ഉളവാക്കിയെടുത്ത ഹവ്വയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 7ാമത്തെ ദിവസം കഴിഞ്ഞിട്ടാണ് സൃഷ്ടിയുടെ പ്രപഞ്ച സൃഷ്ടിയെല്ലാം സൃഷ്ടിച്ചതിന് ശേഷമാണ് നിത്യതയോടുള്ള ബന്ധത്തിൽ, വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഹവ്വയെ ഏദൻ തോട്ടത്തിൽ ദൈവം വേർതിരിച്ചെടുക്കുന്നത്. ഇപ്പോൾ പ്രപഞ്ചത്തിലുള്ളതെല്ലാം കത്തി കഴിയപ്പെട്ടു പോകും. എന്നാൽ ഏദൻ തോട്ടം ദൈവം സൃഷ്ടിച്ചിട്ട് അവിടെ ദിവസക്കണക്കിലല്ല മനുഷ്യനെ ദൈവം താമസിപ്പിച്ചത്. 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം എന്നല്ലായിരുന്നു. നിത്യതയോടുള്ള ബന്ധത്തിലാണ് ആദത്തെ ഏദൻ തോട്ടത്തിൽ ദൈവം സൃഷ്ടിച്ചാക്കിയത്. അപ്പോൾ അവിടെ അന്ന് ദൈവം അവനെ കണ്ടത് നിത്യതയ്ക്ക് വേണ്ടിയാണ്. എന്നാൽ 7 ദിവസം കൊണ്ട് പ്രപഞ്ചത്തെ ദൈവം സൃഷ്ടിച്ചു. ദൈവത്തെ അറിയാം, ഈ കാണുന്ന പ്രപഞ്ചമെല്ലാം കത്തി കഴിയപ്പെടും. എന്നാൽ ദൈവം അവൻ്റെ സ്വരൂപത്തിലും സദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ, അവൻ നിഴലാണ്. അവനിൽ ഒരു സ്ത്രീ ഉണ്ട്. അവളെ വേർപെടുത്തി അവരെ ഒരു 2 ആളത്തങ്ങളാക്കി മാറ്റി. ദേഹവും ദേഹിയും ആത്മാവുമുള്ള 2 ആളത്തങ്ങളായി മാറ്റി. അത് എവിടത്താണ് അവളെ വേർപിടിക്കുന്നത്? മണ്ണുകൊണ്ട് വീണ്ടും സൃഷ്ടിക്കുകയല്ല ചെയ്തത്. ആദത്തിൻ്റെ അസ്ഥിയിൽ നിന്ന്, അവൻ്റെ മാംസത്തിൽ നിന്ന് ഒരു സ്ത്രീയെ ഉളവാക്കിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ മണ്ണില്ലാത്തതുകൊണ്ടായിരുന്നോ ദൈവം ഹവ്വയെ കൂടി മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചെടുക്കാഞ്ഞത്? അങ്ങനെ 2 വ്യക്തികളെ സൃഷ്ടിച്ചിട്ട് മൂക്കിൽ ജീവശ്വാസം ഊതിയിരുന്നെങ്കിൽ ഹവ്വയും ജീവൻ പ്രാപിച്ച് ആദത്തെ പോലെ ആകത്തില്ലായിരുന്നു. അതല്ലായിരുന്നു ദൈവപദ്ധതി. ദൈവത്തിൻ്റെ പദ്ധതി അത് ആദത്തിൽ നിന്ന്, അവൻ്റെ അസ്ഥിയുടെ മജ്ഞയ്ക്കകത്ത് നിന്ന് രക്തമുളവാകുന്ന രക്തത്തിൻ്റെ ഉറവിടമാണ് അസ്ഥി. അസ്ഥിക്കകത്താണ് മജ്ഞയുള്ളത്. അത് അവിടെയാണ് രക്തം ഉത്ഭവിക്കുന്നത്. അതുകൊണ്ടാണ് ആ അസ്ഥി എടുക്കാൻ ഇടയാത്തതെന്ന് അതിനെ ദൈവം മാംസം പൊതിഞ്ഞ് അവളെ ഒരു സുന്ദര രൂപിയുള്ള ഒരു സ്ത്രീയാക്കി ആദത്തിന് തക്കതോണിയായി കൊടുത്തു. അപ്പോൾ ഇതിൽ നിന്ന് വെളിപ്പെടുന്നത് യേശുക്രിസ്തുവിൽ നിന്ന് മണവാട്ടി സഭ ഉത്ഭവിക്കപ്പെടും എന്നുള്ളതിൻ്റെ ഒരു നിഴലായിരുന്നു ആദത്തിൽ നിന്ന് ഹവ്വയെ ദൈവം സൃഷ്ടിച്ചപ്പോൾ. അനാദിയിലെ എന്ന് പറഞ്ഞാൽ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവത്തോട് ചേരുവാനുള്ള അവൻ്റെ മണവാട്ടിയെ, ദൈവസഭയെ കണ്ടുകൊണ്ടാണ് അവൻ കഷ്ടം സഹിക്കുവാനും ഇതിനു വേണ്ടി തയ്യാറായി വന്നത്. അതുകൊണ്ട് ഏറ്റവും വേദപുസ്തകത്തിൽ ഏറ്റവും വലിയ മർമ്മമേറിയ കാര്യമായിരിക്കുന്ന കുഞ്ഞാടിൻ്റെ കല്യാണം നടക്കുന്നത് എത്രമാത്രം വിലയേറിയ സംഭവമാണ്. അതേക്കുറിച്ച് കാഴ്ചപ്പാട് നമുക്ക് ഉൽപ്പത്തി പുസ്തകം മുതൽ ലഭിക്കുന്നുണ്ട്. അത് എടുത്ത് കർത്താവായ യേശുക്രിസ്തു ഉദ്ധരിച്ചിട്ട് അതിൻ്റെ അർത്ഥവും അതിൻ്റെ പ്രാധാന്യതയും വെളിപ്പെടുത്തുവാനിടയായിത്തീർന്നു. ഇപ്പോൾ വിവാഹത്തെക്കുറിച്ച് തെറ്റായിട്ടുള്ള ഒരുപാട് ചിന്തകളുണ്ട്. അത് അടിച്ചമർത്തലാണെന്നും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത രീതിയിൽ വിവാഹം വേണ്ടെന്ന രീതിയിൽ പുതിയ തലമുറയെ തെറ്റായ രീതിയിലേക്ക് സന്ദേശം കൊടുക്കുന്നുണ്ടെന്നാൽ ദൈവം സ്ഥാപിച്ചിരിക്കുന്ന വിവാഹത്തിലൊന്ന് മാറ്റി നിർത്താനല്ല, അവരെ അതിലേക്ക് പ്രബോധനം പറഞ്ഞു കൊടുത്ത് യഥാർത്ഥമായ കുടുംബത്തെ പണിതെടുക്കേണ്ട ദൗത്യം ദൈവസഭയ്ക്കുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ കാലം പോലെ കല്യാണം വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം തീർന്നു, പിന്നെ അത് ബുദ്ധിമുട്ടാണ്, പ്രശ്നമാണ്, മക്കളുണ്ടായി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണെന്നൊക്കെയുള്ള ചിന്താഗതികൾ വരുന്നത് കൊണ്ട് ഇപ്പോൾ ഒരു കോൺട്രാക്റ്റൽ ബേസിലേക്കൊക്കെ മാറി വല്ലാത്തൊരു അധപ്പതയിലേക്ക് വരുമ്പോൾ വരാൻ പോകുന്ന ഭാവി ലോകത്തിൻ്റെ മ്ലേച്ഛതയിലേക്ക് ലോകം നീങ്ങുന്നതിൻ്റെ തെളിവായിട്ടാണ് സംഭവിക്കുന്നത്. അത് നമ്മളിലോ നമ്മുടെ തലമുറകളിലോ സഭകളിലോ കടന്നു വരാതിരിക്കുവാൻ ദൈവം കാണിച്ചിരിക്കുന്ന മാതൃകപ്രകാരമുള്ള വിവാഹ കുടുംബജീവിതം നടത്തിക്കൊണ്ടുപോകുവാൻ ദൈവാത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തലമുറകൾ അതിന് ചേർന്ന് നിൽക്കുവാൻ, വചനത്തിൽ ആശ്രയിക്കുവാൻ, അല്ലാതെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിലേക്ക് പോയിട്ട് ഇതൊന്നും വേണ്ട എന്നുള്ള ചിന്താഗതിയിലേക്ക് ആയിത്തീരാതിരിക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. ശരിയാണ്, ഇപ്പോൾ വിവാഹ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഒരുപക്ഷെ ഒരാൾ ചിന്തിക്കുകയാണ് ഇതിൻ്റെ ആവശ്യമുണ്ടോ, ഇങ്ങനെ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തി കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന
ഒരു കാലഘട്ടം വരുമ്പോൾ അവരിൽ നിന്നൊക്കെ മാറി നിൽക്കും. എന്നാൽ ദൈവം തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽപ്പെട്ട ഒരു കാര്യമാണ് വിവാഹ ജീവിതം എന്നുള്ളത്. കൊണ്ട് കർത്താവ് ഇപ്രകാരം മത്തായി സുവിശേഷം 19 അധ്യായം 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ കർത്താവ് അവരോട് പറഞ്ഞു, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുമെന്ന് അരുളി ചെയ്തു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുതെന്ന് ഉത്തരം പറഞ്ഞു. ഇന്ന് ഈ വചനത്തിന് വലിയ പ്രാധാന്യതയുണ്ട്. അന്ന് സാത്താൻ ചെയ്തിട്ട് അവന് പരാജയപ്പെട്ടു പോയ കാര്യമാണ് ആദത്തെ ഹവ്വയെ വേർപിരിക്കാൻ കഴിഞ്ഞില്ല. സാധാരണ പറ്റിയില്ല. ആദത്തിൽ നിന്ന് ഹവ്വയെ വേർപിരിക്കാൻ വേണ്ടി അവൻ ചെയ്തു. അവൻ വിചാരിച്ചത് രണ്ടുപേരും തീർന്നു, ഇനിയില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ ആദം ക്രിസ്തുവിൻ്റെ പ്രതിനിധിയായതുകൊണ്ട് പാപം ചെയ്ത ഹവ്വയെ അവൻ ഉപേക്ഷിച്ചില്ല, അവൻ അവളെ ചേർത്ത് നിർത്തി. ഇപ്പം സാത്താന് തന്ത്രം അവിടെ കൊണ്ട് തകരുകയാണ് ചെയ്തത്. ആദം അവളെ ഉപേക്ഷിച്ച് നീതിമാനായി നിൽക്കുകയാണെങ്കിൽ ചിന്തിക്കുക, അവൻ അതിനീതിമാനായി ചിന്തിച്ചാൽ, അതുകൊണ്ടാണ് ഞാൻ അതിനീതിമാനാകരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ആദം അവിടെ അതിനീതിമാനായിരുന്നെങ്കിൽ അല്ലെ പറഞ്ഞത് നീതിമാനാകാറുള്ളൂ. ആദം പാപം ചെയ്തു, ഹവ്വയും പാപം ചെയ്തു. ആദ്യം പാപം ചെയ്ത് ഹവ്വയാണ്. അവിടെ ആദം അതിനീതിമാനായിട്ട് ഞാൻ നിന്നോട് ചേരത്തില്ല, നിന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, വേണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹം അവനുള്ളത് കൊണ്ടാണ് അവൻ അറിഞ്ഞുകൊണ്ട് തന്നെ ഹവ്വയുടെ പാപത്തിന് അവൻ പങ്കാളിത്തം വഹിച്ചത്. അപ്പോൾ അത് യേശുവിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തിയത്. അവിടെ ആദം അറിഞ്ഞുകൊണ്ടാണ് പാപം ചെയ്യുന്നത്. തെറ്റിപ്പോയ ഹവ്വയെ അവൻ ചേർത്തുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഒരുവൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. അതവിടെ വാസ്തവത്തിൽ അതവിടെ വെളിപ്പെടുകയാണ് ചെയ്തത്. രണ്ടാക്കി തീർക്കാൻ വേണ്ടി സാത്താൻ പരിശ്രമിച്ചെങ്കിൽ അവരെ വേർപിരിക്കാൻ കഴിഞ്ഞില്ല. കാരണം കർത്താവ് പറഞ്ഞ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അത് വേർപിരിക്കാൻ കഴിയാതെ ഉള്ളത്. ശരിയാ, അവർ രണ്ടുപേരും പാവികളായി തീർന്നു, നിത്യത നഷ്ടപ്പെട്ടു, ഭൂമിയിൽ നിന്ന് ഇറക്കപ്പെട്ടു. പക്ഷേ എന്നേക്കും തള്ളപ്പെട്ടില്ല. കാരണം ദൈവ പദ്ധതിയായിരുന്നു അത്. ആദം ഹവ്വയെ സ്നേഹിച്ചതുപോലെ യേശു ക്രിസ്തു പാവികളായി നമ്മെ സ്നേഹിച്ച് അവൻ്റെ മകനും മക്കളുമാക്കി തീർത്ത് അവനോട് ചേരുവാനുള്ള വലിയ പദവി ദൈവം നമുക്ക് ഒരുക്കി തന്നു. അതുകൊണ്ട് ആദം കാണിച്ചത് അതിനീതിമാനായിട്ട് ആദം ഹവ്വയെ ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ടായിരുന്നെങ്കിൽ, അവിടെ എങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അത് സാത്താൻ വിജയിക്കുമായിരുന്നു. എന്നാൽ പാപം ചെയ്ത ഹവ്വയെ ആദം ചേർത്ത് നിർത്തിയത് കൊണ്ടാണ് പിന്നീട് ഭൂമിയിൽ ദൈവഹിതപ്രകാരം തലമുറകളുണ്ടായത്. അതിൽ നിന്ന് ദൈവത്തിൻ്റെ വിശുദ്ധന്മാർ വേർതിരിഞ്ഞത്, കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്നത്, മണവാട്ടി സഭ ഉരുവായത്, ഇനിയുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് ദൈവം തയ്യാറാക്കി വെച്ചിരുന്ന അതിൻ്റെ ആ കണക്കുകൂട്ടലിൽ തന്നെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയത് എന്നുള്ളത് ഇന്ന് രാത്രി നാം ഈ പഠനത്തിൽ ചിന്തിക്കാൻ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കും. ഇന്നത്തെ വിവാഹമോചനത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒന്നിലധികമോ ആൾക്കാരുടെ പ്രവൃത്തികൾ അതിൻ്റെ പിൻപിൽ കാണും, ഒരു കുടുംബത്തെ ഇല്ലാതാക്കാൻ. എൻ്റെ പ്രിയ ശ്രോതാക്കളെ, വിവാഹത്തിൽ ചിലപ്പോൾ ഏറ്റക്കുറിച്ചിലുണ്ടാകാം, പ്രശ്നങ്ങളുണ്ടാകാം. ഒരുപക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു വിവാഹം നിങ്ങളുടെ മകനോ മകൾക്കോ ഉണ്ടായിട്ടില്ലായിരിക്കാം. പക്ഷേ ദൈവം യോജിപ്പിച്ചതാണ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ ആ വിവാഹത്തിന് ശേഷമായി നമ്മളതിനെ ഉൾക്കൊള്ളണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ അന്ന് അവരുടെ ഇടയിൽ നിലനിന്നിരുന്ന വലിയ ഒരു വിപത്തായിരുന്നു അത്. വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഉപേക്ഷിച്ച് കളയുന്ന ആ ഒരു സമ്പ്രദായം നിലനിന്നപ്പോൾ അതിനെ വിരുദ്ധമായി കർത്താവ് പഠിപ്പിച്ചു കൊടുത്തത്, നിങ്ങൾക്കിതിനെ വേർപിരിക്കാം, പക്ഷേ വേർപിരിക്കാൻ വ്യവസ്ഥയില്ല എന്നുള്ള ദൈവം ഓർപ്പിച്ചത് ഈ കാലഘട്ടങ്ങളിൽ വളരെ വലുതാണ്. എന്നാൽ ഇനി ഞാൻ പറഞ്ഞല്ലോ, ശരിയായിട്ടുള്ള കാര്യങ്ങളുള്ള ഏതെങ്കിലും ന്യായമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ വേർപിരിയണമെങ്കിൽ വേർപിരിയണമെന്നുള്ളതും അതും ഞാൻ പറഞ്ഞത്, അത് ഇന്നത്തെ കാലത്ത് നമുക്കൊന്നും തറപ്പിച്ച് അങ്ങനെ പറയാൻ പറ്റത്തില്ല. പക്ഷേ മനുഷ്യരാകുന്ന ആരും തന്നെ മറ്റൊരു കുടുംബത്തെ വേർപിരിപ്പാൻ ഇടയാകരുത്.
തക്കതായ കാരണങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് വേർപിരിയുന്നതിന് ഇനി അബദ്ധം പറ്റിയെങ്കിൽ അത് അതിൻ്റെതായ രീതിയിൽ ചിന്തിക്കുക. ഞാൻ അതൊരിക്കലും അങ്ങനെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ പോകണമെന്നുള്ള രീതിയിലല്ല പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞത് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, നമുക്ക് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകാതെ തമ്മിൽ സ്നേഹത്തോടെ വചനത്തിന് അടിസ്ഥാനമായ ജീവിതം നയിപ്പാൻ കർത്താവിൽ നമുക്ക് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. നമ്മൾ ഏറ്റവും അധികം പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹ ജീവിതത്തിന് വേണ്ടി, കുടുംബജീവിതത്തിന് വേണ്ടിയാണ്. അവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേക ഇന്നത്തെ കാലഘട്ടത്തിൽ നാം ഏറ്റവും അധികം പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയം ജോലി, കൂലി, അതൊക്കെ ഒരുപക്ഷെ മാറ്റി മറിഞ്ഞുകൊണ്ടിരിക്കാം. വേണമെങ്കിൽ കിട്ടാൻ, കിട്ടാതിരിക്കാൻ, ജോലി വേണമെങ്കിൽ സമ്പത്തുണ്ടാക്കാം. 2-3 കോടി രൂപ നമുക്ക് ശമ്പളം വേണം വാങ്ങിക്കുന്നവർ കാണുമായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, എന്നാൽ യഥാർത്ഥമായൊരു ക്രിസ്തുയേശുവിൻ്റെ ദൈവത്തിന് ദാനമാകുന്നൊരു ഭാര്യയെ തലമുറകൾക്ക് ലഭിക്കാൻ വേണ്ടി നാം പ്രാർത്ഥിക്കണം. വിവാഹ ജീവിതത്തിന് ശേഷമായി സന്തോഷപരമായ ഒരു കുടുംബജീവൻ നയിക്കാൻ വേണ്ടി നമ്മൾ വളരെയധികം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. ഇതൊക്കെ ക്രിസ്തുവിനെയും സഭയെയും കുറിച്ചുള്ള ബന്ധത്തിൽ പറയുമ്പോൾ എന്തെല്ലാം ക്രിസ്തുവിനെയും സഭയെയും കുറിച്ച് പറഞ്ഞിരിക്കുന്നുവോ അതിന് വിപരീതമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങളെ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് സാത്താൻ പരിശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പണ്ടൊരു കാലത്ത് വെളിയിലുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് നിലനിന്നിരുന്നെങ്കിൽ ഇന്ന് ദൈവസഭകൾക്കകത്തേക്കും ഇതൊക്കെ നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ആൾക്കാരുടെ എണ്ണം കൂടുമ്പോൾ തൊഴുത്ത് വെടിപ്പ് ആകത്തില്ല. കാളകളില്ലെങ്കിൽ തൊഴുത്ത് വിശുദ്ധമാണ്. കാളകൾ കൂടുമ്പോൾ തൊഴുത്തിൽ അശുദ്ധി ഉണ്ടാകും എന്ന് പറഞ്ഞതുപോലെ, ഇപ്പം നമുക്ക് പണ്ടുണ്ടായിരുന്ന പോലെ അത്രമാത്രം വിശുദ്ധമായിരിക്കുന്ന ഒരു സഭാ പശ്ചാത്തലം കാണാൻ കഴിയുന്നില്ല. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, എണ്ണം കൂടുന്നുണ്ട്. ഇപ്പം മറിച്ചിടാത്ത ദോശയിനകത്ത് വന്ന് കയറുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദോശയുടെ 2 ഭാഗം മറിച്ചിടണം. അപ്പം ഇങ്ങനെ അത് പ്രയോജനപ്പെടുകയുള്ളൂ. മറിച്ചിടാത്ത ദോശ പോലെ അത് എബ്രീം എന്ന് പറയുമ്പോൾ വർധനവിനെ കാണിക്കുകയാണ്. ഈ ശരിയായ രീതിയിൽ മറിച്ചിട്ടെങ്കിൽ മാത്രമേ അതോട് പ്രയോജനമുള്ളൂ. അരിയുണ്ട്, ഉഴുന്നുണ്ട്, എല്ലാം ഉണ്ട്, തീയും കത്തിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ആരാധനയുണ്ട്, സ്തോത്രമുണ്ട്, സ്തുതിയുണ്ട്, വേണം സ്നാനവും കാണും, എല്ലാം കാണും. പക്ഷേ ഇതൊന്നും മറിച്ചിടത്തില്ല. പുറമേ മാത്രമേ ഉള്ളൂ, അകത്ത് കാണത്തില്ല. ഈ അകത്തോട്ടും കൂടെ ചെല്ലണം വിശ്വാസം, എങ്കിൽ മാത്രമേ ദൈവത്തിന് അത് പ്രസാദമായി പ്രയോജനപ്പെടുകയുള്ളൂ. നമ്മളൊരു ദോശ ഉണ്ടാക്കുമ്പോൾ അറിയാമല്ലോ, അത് എല്ലാവരും എത്രയെല്ലാം കഷ്ടപ്പെട്ടിട്ട് മറിച്ചിടാതൊരു ദോശ കൊണ്ടു കൊടുത്ത് ആരെങ്കിലും കഴിക്കുമോ? കഴിക്കത്തില്ല. അപ്പോൾ ഈ എണ്ണത്തിൽ വേഗത്തിലെടുക്കാൻ വേണ്ടി ശരിയായ രീതിയിലുള്ള പഠനമോ ക്ലാസ്സുകളോ ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങളോ പറയാതെ സ്നാനപ്പെടുത്തി വിടാറുണ്ട്. അപ്പം അങ്ങനെ സ്നാനപ്പെടുത്തുമ്പോൾ കുഴപ്പം മറിച്ചിട്ടതല്ല, ഇങ്ങനെ മറിച്ചിടാത്തിലവിടെ വരുമ്പോഴത്തേന് അവിടെ അരുചി ഉണ്ടാകും, രുചി കാണത്തില്ല. എന്നാൽ രുചിയുള്ളത് ഉണ്ടാകണമെങ്കിൽ അകവും പുറവും ഒരുപോലെ വേഗണം. അകത്തും പുറത്തും ഒരുപോലെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി വസിക്കുമ്പോഴാണ് അതുകൊണ്ട് പ്രയോജനമുണ്ട്. ഞാൻ രാത്രി പറയുന്നത്, അപ്പോൾ നമുക്കറിയാമല്ലോ, സഭയിൽ എണ്ണം കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ആൾക്കാരെ കൂട്ടാൻ വേണ്ടി വചനത്തിൻ്റെ അകത്തുനിന്ന് ഒരു കണിക പോലും നമ്മൾ കുറയ്ക്കേണ്ട ആവശ്യമില്ല. ഞാൻ കടുംപ്പെടുത്തുമോ കഠിനോപദേശമോ ഒന്നും പറയുകയല്ല. അപ്പം എന്തുകൊണ്ടാണ് വേർപെട്ട് നിൽക്കുന്ന ആൾക്കാർ വരാത്തത്? നമുക്കും ഓപ്പൺ ചെയ്ത് കൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ദൈവം തന്നിരിക്കുന്ന കാഴ്ചപ്പാട് നിന്നാൽ മതി, അതിനുള്ള ആൾക്കാർ വന്നാൽ മതി. ഞാൻ പറഞ്ഞത് ഓരോ സ്ഥലത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് അവിടുത്തെ വസ്ത്രവിധാനം മാറണമെന്നോ മറ്റൊരു രീതി മാറണമെന്നുള്ളതല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിപ്പിക്കുകയും ഗ്രഹിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക. ഈ വിഷയം ഞാൻ ഇത്രയും പറഞ്ഞു വന്നത്, അപ്പോൾ ഈ ദൈവത്തിൻ്റെ അനാദിയിലെ കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരാനുള്ള സമയമാകുമ്പോൾ അതിന് വിരുദ്ധമായിട്ടുള്ള ശക്തികൾ എഴുന്നേൽക്കും. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ഞാൻ മുഖാന്തരമായിട്ട്, ഇത്രയും ചിന്തിച്ചാൽ മതി, ഞാൻ മുഖാന്തരമായിട്ട് മറ്റൊരു കുടുംബത്തിന് ഇടർച്ച ഉണ്ടാകാൻ പാടില്ല. അതെല്ലാവരും ചിന്തിച്ചാൽ മതി, ലോകം നന്നാകും. എൻ്റെ വാക്കുകൊണ്ടോ എൻ്റെ പ്രവൃത്തി കൊണ്ടോ മറ്റൊരാളുടെ കുടുംബത്തിന് വിഷയമുണ്ടാകാൻ പാടില്ല. അത് നമ്മുടെ സ്വന്തം കുടുംബത്തിലുണ്ടാകരുത്, മറ്റുള്ളവർക്ക് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടാകാതിരുന്നു കഴിഞ്ഞാൽ വിഷയം പരിഹരിക്കപ്പെടത്തതേ ഉള്ളൂ. പരിഹരിക്കാം. എല്ലാവരുടെയും കുടുംബജീവിതം എല്ലാവർക്കും പ്രാധാന്യതയുള്ളതല്ലേ? നമ്മുടെ മക്കളുടെ കുടുംബജീവിതം നമുക്ക് പ്രാധാന്യതയുള്ളതല്ലേ? നമുക്ക് വളരെ ഇഷ്ടമുള്ളതല്ലേ? അതുപോലെയാ മറ്റൊരാളുടെ മക്കളുടെ കുടുംബജീവിതവും. അതുപോലെ നമ്മൾ ചിന്തിച്ചാൽ മതി.
അതുകൊണ്ട് നമ്മൾ മുഖാന്തരമായിട്ട് ഒരു വ്യക്തിയുടെ പോലും കണ്ണുനീർ വീഴുവാൻ ഇടയാകരുത്. അകാരണമായിട്ടൊരു വിഷയമുണ്ടാകാൻ പാടില്ല. നമുക്ക് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്വസ്ഥതയും സാവധാനതയുമുള്ള ഒരു ക്രിസ്തീയം നയിച്ച് ഞങ്ങൾ വരവുകളിൽ എടുക്കപ്പെടുവാൻ കർത്താവ് ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ, കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊക്കെ ഇത് പറയുമ്പോഴും ആരുടെ എവിടെയാണ്, ഏത് കുടുംബത്തിലാണ്, ആരുടെ തലമുറയിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആർക്കും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആർക്കും അടിച്ചേൽപ്പിക്കാനോ അങ്ങനെ സംഭവിക്കത്തില്ലെന്നോ പറയാൻ കഴിയത്തില്ല. അതിലാണ് കൃപയിൽ ആശ്രയിച്ച് പറയുക, ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കുള്ളിൽ എൻ്റെ തലമുറകളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ കരുതിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ ആർക്കും ഇവിടെ ഞെളിയുവാനൊന്നുമില്ല. അതുകൊണ്ട് ഞെളിയാതെ ദൈവത്തെ നമുക്ക് ഭയപ്പെടാം. എൻ്റെ കുടുംബത്തെ അങ്ങനെ വരത്തില്ല, എൻ്റെ മക്കൾ അങ്ങനെ പോകത്തില്ല, അങ്ങനെയുള്ളതൊന്നും നമുക്കാർക്കും പറയാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി ഞാൻ പറയുന്നത്, അങ്ങനെയുള്ളൊരു പ്രശംസയ്ക്കും ഇടയില്ല. കൃപയിൽ ആശ്രയിക്കുക, പ്രാർത്ഥിക്കുക. എപ്പോഴാണ്, എവിടെയാണ്, എന്താണ് സംഭവിക്കുന്നുള്ളത് അറിയത്തില്ല. അതുകൊണ്ട് രാത്രിയിലും നമുക്ക് ദൈവസന്നിധിയിൽ കൃപയ്ക്ക് വേണ്ടി യാചിക്കാം. കർത്താവേ, നിന്റെ കൃപയില്ലെങ്കിൽ ഒന്നുമില്ല. അതുകൊണ്ട് ദൈവകൃപയ്ക്ക് വേണ്ടി, നമ്മുടെ കുടുംബജീവിതത്തിന് വേണ്ടി, നമ്മുടെ തലമുറയുടെ കുടുംബജീവിതത്തിന് വേണ്ടി, സഭയിലുള്ള പ്രിയപ്പെട്ടവരുടെ കുടുംബജീവിതത്തിന് വേണ്ടി ഒക്കെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മളാവോളം സമാധാനം വരുത്തുവാൻ കർത്താവിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അസാധാരണമായ സംഭവങ്ങൾ സംഭവിച്ചാൽ അത് പരിഹരിക്കാനുള്ള കൃപ കൂടി ദൈവം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗത്തുനിന്ന് മാറുകയാണ്. ഇനി ഇത് സംബന്ധമായി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വിവാഹം നിഴലും പൊരുളും എന്നുള്ള ഒരു പുസ്തകം ദൈവം വരെ എഴുതിയിട്ടുണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ ഭക്തന്മാരുടെ കുടുംബജീവിതത്തെക്കുറിച്ച്, മോശയുടെ കുടുംബജീവിതത്തെക്കുറിച്ച്, യഹൂദരുടെ കുടുംബജീവിതത്തെക്കുറിച്ചൊക്കെ അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അത് സംബന്ധമായിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അത് എടുത്ത് പഠിക്കാം. വിവാഹം നിഴലും പൊരുളും, ക്രിസ്തു യേശുവിലുള്ള വിവാഹത്തിൻ്റെ പൊരുളിലേക്ക് എത്തുന്നതിനെക്കുറിച്ച് സവിസ്തരമായിട്ടുള്ള ഒരു പുസ്തകം, ഒരു പഠനം നടത്തിയിട്ടുണ്ട്. അത് താല്പര്യമുള്ളവർക്ക് വായിക്കാം. ഞാൻ അതിലേക്ക് കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്നത് ഇത്രയുമാണ് പറഞ്ഞത്. ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കാം. ദൈവമേ, എൻ്റെ കുടുംബജീവിതം എത്രത്തോളം കൊണ്ടുവന്നു, നന്ദി. പിന്നെയും ദൈവകൃപ ആവശ്യമാണ്. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിലുള്ള സകല കുടുംബങ്ങളുടെയും നിലനിൽപ്പിനും അനുഗ്രഹത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ദൈവകൃപയാണ് നമുക്ക് ആവശ്യം. അല്ലാതെ നമുക്കൊന്നിലും പ്രശംസിപ്പാനോ നാളെ എന്താകുമെന്നോ ആർക്കും പറയാൻ കഴിയാത്തതുകൊണ്ട് നാം ഒന്നിലും അഹങ്കരിക്കുവാനില്ല, പ്രശംസിപ്പാനില്ല. ദൈവകൃപയിൽ ആശ്രയിച്ച് നമ്മളെ തന്നെ ദൈവത്തിൽ വിനയപ്പെടുത്തിക്കൊണ്ട് ഈ ദിവസങ്ങളിൽ മുമ്പോട്ട് പോകുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഇപ്പോൾ സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ദേഹമായി തീരുമെന്ന് അരുളിച്ചത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല, ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. അതായത് സുവിശേഷത്തിൽ 10-4-5 വാക്യങ്ങളിൽ കർത്താവ് അവനെ പരീക്ഷിക്കാൻ വന്ന വ്യക്തികളോട് സംസാരിച്ച വിഷയമാണിത്. ഇതിൻ്റെ മർമ്മം ആദം ഹവ്വ എന്നിവയുടെ യോജിപ്പിലൂടെ പ്രവചനം നിവൃത്തിയിരിക്കപ്പെടുന്നില്ല എന്നും അതിന് പിമ്പിൽ ആത്മീകമായ മറ്റൊരു മർമ്മം പൊള്ളായിട്ട് മണിഞ്ഞിരിപ്പുള്ള ധ്വനിയാണ് കർത്താവിടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവ് പറഞ്ഞു, ഒന്നായിത്തീരും മേലാൽ രണ്ടല്ല, ഒരു ദേഹമത്രയായിത്തീരും. അതാണ് ഏതെനിൽ സംഭവിച്ചതെങ്കിൽ അത് പൊരുളായിത്തീരുവാനുള്ള ഒരു കാര്യമാണ്. അത് നിവർത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിൽ വന്നത്. ആദം ഏതെനിൽ ഗാഠനത്തിലായപ്പോൾ അവൻ്റെ ശരീരത്തിൽ നിന്ന് അവൻ്റെ അസ്ഥിയെടുപ്പാനിടയായി തീർന്നു, അവൻ്റെ മാംസമെടുപ്പാനിടയായി തീർന്നു. അത് പൊതിഞ്ഞ് ഒരു പെണ്ണിനെ, ഒരു സ്ത്രീയെ സൃഷ്ടിച്ചെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി കാൽവറിയിൽ ജീവൻ വെടിഞ്ഞപ്പോൾ അവൻ്റെ ഗാഠനത്തിൽ നിന്ന് ഉളവാക്കിയെടുക്കപ്പെട്ടതാണ് ദൈവസഭ. ആ ദൈവസഭയ്ക്കകത്ത് നിന്ന് ഏറ്റവും പരമോന്നതമായ സ്ഥാനം അലങ്കരിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി മുഖാന്തരമായി കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ പൂർണ്ണതയോടുള്ള പ്രവൃത്തി തികവ് പ്രാപിക്കുവാൻ ദൈവകൃപ നൽകുന്നവരാണ്. അവൻ്റെ മണവാട്ടി അവൻ കാൽവരിയിൽ ഗാഠനത്തിൽ ആയപ്പോഴാണ് നാം ജനിക്കപ്പെടുവാനിടയായി തീർന്നത്. രാത്രിയിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ
കുഞ്ഞാടിൻ്റെ കാൽവരി മരണത്തെക്കുറിച്ചൊന്ന് കാണണം. അവൻ്റെ അവസാനത്തുള്ളി രക്തം വരെ നമുക്ക് തന്നത്, അവൻ അടിക്കപ്പെട്ട് തകർക്കപ്പെട്ടത് നമ്മെ അവൻ്റെ കാന്തയാക്കി തീർക്കാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ ദൈവസഭയെ വലിയൊരു മർമ്മത്തിലേക്ക് അത് വെളിപ്പെടുത്തി. ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞ മർമ്മം അത് പുതിയ നിയമത്തിൽ എടുത്തുത്തിരിച്ചിട്ട് അന്നത്തെ വികലമായ സമ്പ്രദായങ്ങളെ നോക്കിയിട്ട് പറഞ്ഞ് ഇങ്ങനെയൊന്നുമല്ല ദൈവം പ്ലാൻ ചെയ്ത് വിവാഹം നടത്താൻ പറഞ്ഞത്, അതിൻ്റെ അർത്ഥതലത്തിൽ വേണം ജീവിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം യേശുക്രിസ്തു വളരെ ശക്തമായ രീതിയിൽ അവരെ പഠിപ്പിച്ചു. ക്രിസ്തീയ സഭയ്ക്ക് അതിൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ നൽകുവാൻ ഇടയായി തീർന്നു. അതിൻ്റെ മൂല്യത്തിനനുസരിച്ച് ജീവിക്കുന്ന കുടുംബങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തതിനെക്കുറിച്ച് അപ്പോസ്തലൻ പൗലോസ് വലിയ മർമ്മമായിട്ട് വിവാഹത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 31-32 വാക്യങ്ങളിലാണ്. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായിത്തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഈ പറയുന്ന വിഷയത്തെ ആദത്തിൽ നിന്ന് ഹവ്വയെ സൃഷ്ടിച്ചതും അവരൊന്നായി തീർന്നതും, അത് കർത്താവായ യേശു ക്രിസ്തു എടുത്തുത്തിരിച്ചതും, വിവാഹം നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത് ജഡീകപരമായിട്ടുള്ളൊരു കാര്യമല്ല, അതിനകത്ത് ആത്മീയത അടങ്ങിയിട്ടുണ്ട്. ഒരു ശരീരമായിത്തീരുന്ന ഒരനുഭവത്തിലേക്ക് കുടുംബത്തിൻ്റെ ഐക്യത, സ്നേഹം നിലനിൽക്കണമെന്ന് കർത്താവ് അവരെ പഠിപ്പിക്കുകയും യഥാർത്ഥമായ സ്നേഹം മണവാളനായിരിക്കുന്ന ക്രിസ്തുവും മണവാട്ടിയാകുന്ന ദൈവസഭയുടെ സ്നേഹത്തെ വെളിപ്പെടുത്തുവാൻ വേണ്ടി വലിയ മർമ്മമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ അവർ ഒരു ദേഹമായിത്തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയും ഉദ്ദേശിച്ചത്. വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ മർമ്മം ഏതെന്ന് ചോദിച്ചാൽ അത് കുഞ്ഞാടാകുന്ന മണവാളനോടുകൂടി കുഞ്ഞാട്ടിയുടെ കാന്ത ചേരുന്നതിനെയാണ് വലിയ മർമ്മം. അങ്ങനെയെങ്കിൽ കുഞ്ഞാടിൻ്റെ കല്യാണ നാളിൽ ആഗോള ദൈവസഭയിൽ നിന്ന് തികവ് പ്രാപിച്ച് കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷ എടുക്കപ്പെടുന്ന ആത്മമണവാട്ടിയും ആത്മമണവാളെന്ന കുഞ്ഞാടും ഒന്നായി ചേരുന്ന മഹനീയ ദിവസമാണ് കുഞ്ഞാടിൻ്റെ കല്യാണ ദിവസം. കല്യാണ ദിവസത്തിൽ നാം അവിടെ പങ്കാളികളായി നിൽക്കുന്നത്, അല്ലെങ്കിൽ അന്ന് അവിടെ നിൽക്കുവാൻ ഭാഗ്യം ലഭിച്ച് നാം അവിടെ നിൽക്കുമ്പോൾ അന്ന് അവൻ്റെ മണവാട്ടി സഭയുടെ അംഗങ്ങളായി തീർന്ന് അവൻ്റെ മണവാട്ടിയായി തീരുവാൻ ഭാഗ്യം ലഭിച്ചാൽ ഈ ലോകത്തിലെ ഏറ്റവും അതിപ്രധാനമായിരിക്കുന്ന ഒരു മർമ്മമേറിയ വിഷയം നമ്മളത് പൂർത്തീകരിക്കപ്പെടുവാൻ അതിൻ്റെ ഭാഗമായി തീരും. അതിനു വേണ്ടിയാണ് കർത്താവിൻ്റെ സ്വർഗീയ വിളി നമ്മുടെ മേലുള്ളത്. ആ മകൾ സുദിനത്തിൽ ഞാനും നിങ്ങളും കുഞ്ഞാടിൻ്റെ മണവാട്ടിയായി അവിടെ കാണപ്പെടണമെന്നുള്ളത് ഈ വെളിപ്പാട് പുസ്തക പഠനത്തിൻ്റെ ഒരു പ്രധാന ലക്ഷ്യമായി തീരണമെന്നും രാത്രി ഞാൻ ഓർപ്പിക്കുന്നു. ഇത് നാം പ്രാപിച്ചെടുക്കുന്നത് ക്രിസ്തുവിനോടുള്ള അകമഴിഞ്ഞ സ്നേഹത്തിൽ നമുക്കതായി തീരുവാൻ സാധിക്കും. നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ദൈവസ്നേഹം നിറയപ്പെട്ട് എല്ലാവരെയും സ്നേഹിക്കുവാൻ തക്കതായ ഒരു മനസ്സ്, ഒരു ഹൃദയം നമുക്ക് നൽകുവാൻ വേണ്ടി ദിവസങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥന. കർത്താവേ, അങ്ങയുടെ ആ ഹൃദയത്തിൻ്റെ അതേ വിശാലമായ അനുഭവത്തിലൂടെ കർത്താവേ ഞങ്ങളെ നടത്തണമേ എന്ന് നമുക്ക് ദിവസങ്ങളിൽ പ്രാർത്ഥിപ്പാടിയാത്തട്ടെ. അപ്പോൾ 45-ാം സങ്കീർത്തനം 13 മുതൽ 15 വാക്യങ്ങളെ എടുത്തുത്തിരിച്ചത് ഇന്നത്തെ സാമൂഹിക പശ്ചാത്തലത്തിലുള്ള ദൈവസഭയ്ക്ക് വന്നിരിക്കുന്ന അധപ്പതനത്തെ ഒന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്തു വരുന്ന ശുശ്രൂഷകളൊന്നും അത് പാരമ്പര്യത്തെ ചടങ്ങുകളല്ല, അത് വേണ്ടിയ കാര്യങ്ങളാണ്. അത് അങ്ങനെ തന്നെ മുമ്പോട്ട് പോകുന്നതാണ് ശ്രേഷ്ഠകരമായിട്ട് കാര്യമെന്ന് ഞാനിന്ന് രാത്രി ഒന്നുകൂടി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് 45-ാം സങ്കീർത്തനത്തിലെ അന്തഃപുരത്തിലെ രാജകുമാരി അവൾ ശോഭാ പരിപൂർണയാകുന്നു. അവളുടെ വസ്ത്രം പൊൻകസവ് കൊണ്ടുള്ളതാണ്. അവളെ രാജസന്നിധിയിൽ കൊണ്ടുവരുന്നത് ചിത്രത്തയിലുള്ള വസ്ത്രം ധരിപ്പിച്ചാണ്. അപ്പം ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് രാജാവിൻ്റെ വിവാഹത്തിന് വേണ്ടി ഒരുക്കപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ അതിനനുസരിച്ചുള്ള വസ്ത്രമാണ് അവിടെ ധരിപ്പിക്കുന്നെങ്കിൽ ഈ കോരകപുത്രന്മാർ ഈ രാജാവിനോടുള്ള ബന്ധത്തിൽ അന്ന് കണ്ടിരുന്ന വിവാഹത്തോടുള്ള ബന്ധത്തിൽ അതിനെ നോക്കി ദർശിച്ചിട്ട് അതിനെ കുഞ്ഞാടിൻ്റെ കല്യാണത്തോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളായി രേഖപ്പെടുത്തുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന അവിടെ വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുമ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന നെയ്ത്തുകാരുടെ ഏറ്റവും നെയ്തെടുക്കുന്ന സ്വർണ്ണ കശവ് കൊണ്ടുള്ള വസ്ത്രമല്ല ദൈവം നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നത്. അത് സ്വർഗത്തിൽ നാം പ്രാപിക്കുന്ന തേജസ്സാണത്. ആ സൂര്യ തേജസ്സിനെ വെല്ലുവാൻ ഒന്നിനും കഴിയത്തില്ല. ഇവിടെ ഉണ്ടാകുന്ന ഒരു വസ്ത്രത്തിനും നമ്മളെ അത്രമാത്രം പദവിയിലേക്ക് കൊണ്ടുവരാൻ കഴിയത്തില്ല.
അപ്പോൾ കുഞ്ഞാടിൻ്റെ മണവാട്ടിക്ക് ലഭിക്കുന്ന ആ സ്വർഗീയ തേജസ്സിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ അവൾ എത്രമാത്രം മനോഹരിതയായിരിക്കുന്നു എന്നുള്ളത് ഇവിടെ വർണ്ണിച്ചിരിക്കുകയാണ്. അന്തഃപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയാകുന്നതിൻ്റെ അർത്ഥം അവൾ സൂര്യ തേജസ്സുള്ളവളാകുന്നു. അവൾ പരിപൂർണമായിരിക്കുന്ന സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിയിരിക്കുന്നതാണ് മണവാട്ടി സഭ എന്നുള്ളത്. ഈ രാത്രിയിൽ ആ തേജസ്സിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുവാൻ, അതെ, കുഞ്ഞാടിൻ്റെ മണവാട്ടിയായി തീരുവാനുള്ള സൗന്ദര്യത്തിൻ്റെ ആ ശോഭ നേടിയെടുക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പണിതുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പറയുകയാണ്, അവൾ ശോഭ പരിപൂർണയാകുന്നു. അവളുടെ വസ്ത്രം പൊൻ കസവ് കൊണ്ടുള്ളതാണ്. അവളെ രാജസന്നിധിയിൽ കൊണ്ടുവരുന്നത് ചിത്രത്തിലുള്ള വസ്ത്രം ധരിപ്പിച്ചാണ്. എന്നിട്ട് പറയുക, അവൾ മാത്രമല്ല, അവളുടെ കൂടെ നടക്കുന്നത് കന്യകമാരായ തോഴിമാരാകുന്നു. അപ്പോൾ നിർമ്മല കന്യകയെക്കുറിച്ചും കന്യകമാരാകുന്ന തോഴിമാരെക്കുറിച്ചുമുള്ള കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കുന്നത് 45-ാം സങ്കീർത്തനത്തെ വ്യാഖ്യാനിച്ചപ്പോഴാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, അപ്പോൾ ഇവിടെ കുഞ്ഞാട് നിർമ്മല കന്യകയാണ്, കൂടെ നടക്കുന്ന തോഴിമാരാകുന്ന കന്യകമാരുണ്ട് എന്നൊക്കെ പഠിപ്പിക്കുമ്പോൾ ഇത് എവിടുന്നാണ് എന്ന് ചോദിക്കുമ്പോൾ ഈ വചനത്തിൽ നിന്ന് അപ്പോൾ അവളുടെ കൂടെ നടക്കുന്നത് കന്യകമാരായ തോഴിമാരാകുന്നു. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടിയാണ് അവരെ കൊണ്ടുവരുന്നത്. അവർ രാജമന്ദിരത്തിലേക്കാണ് പ്രവേശിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഇതൊരു വിവാഹത്തോടുള്ള ബന്ധത്തിൽ, രാജാവിനോടുള്ള ബന്ധത്തിൽ രാജകുമാരി രാജാവിൻ്റെ രാജ്ഞിയായി മാറ്റപ്പെടുമ്പോൾ അവൾക്ക് അന്നുവരെയും ധരിക്കാത്ത പ്രത്യേക വിശേഷ വസ്ത്രം ധരിപ്പിച്ചുകൊണ്ട് വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഉത്തമഗീതം കൂടി വായിച്ച് പഠിച്ചാൽ മതി. അതിൻ്റെ അകത്ത് ആനന്ദ ദിവസത്തിൽ അവൻ്റെ അമ്മ അവനെ ധരിപ്പിച്ച പൊൻകിരീടത്തോട് കാണുന്നതൊക്കെ പറഞ്ഞ് 3-ാം അധ്യായത്തിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വിവിധമായിരിക്കുന്ന കാര്യങ്ങൾ കുഞ്ഞാടിൻ്റെ കല്യാണത്തോടുള്ള ബന്ധത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ ഇതെല്ലാം വർണ്ണിക്കുന്നത് നമ്മെക്കുറിച്ചാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രായം ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മുഖം ചുക്കിച്ചുളുങ്ങും, ശരീരത്തിൻ്റെ കാന്തി ശോഭയൊക്കെ പോകും, ഈ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകും. എന്നാൽ അകമയുള്ള മനുഷ്യൻ ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ അത് അകമയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. അത് ഈ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകും. എന്നാൽ നമ്മുടെ അകമയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിച്ച് അവൻ്റെ അതേ പ്രതിമയായി തേജസ് പ്രാപിച്ച് അവൻ്റെ അതേ പ്രതിമയായി തീരുന്നു. ഇപ്പം നമ്മുടെ അകത്ത് ക്രിസ്തു എന്ന ഒരു വലിയ പ്രതിമ അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതേ തേജസ് നമ്മുടെ ഉള്ളിൽ അത് പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പലരും പുറമേയുള്ള ശരീരത്തിന് വേണ്ടിയാണ് അവിടെ സമയം മുഴുവൻ ചെലവഴിക്കുന്നത്. പല ബ്യൂട്ടി പാർലറുകളും പലതും ഞാൻ പറഞ്ഞു വേണ്ടെന്നല്ല, നമുക്ക് ഒരു സ്ഥലത്ത് ഇറങ്ങി ചെല്ലുമ്പോൾ മാന്യമായ രീതിയിൽ ചെല്ലണം. വിവാഹത്തിനൊക്കെ പോകുമ്പോൾ അതിൻ്റെ മാന്യതയിൽ ഒരുങ്ങി ചെല്ലണം. ഇതെല്ലാം ആവശ്യമാണ്. എല്ലാം പുറമേയുള്ള മനുഷ്യനെ ഒരുക്കിയെടുക്കുകയാണ്. എന്നാൽ അകമയുള്ള മനുഷ്യനെ ഒരുക്കിയെടുക്കുന്നത് ദൈവവചനവും പരിശുദ്ധാത്മാവുമാണ്. നമ്മുടെ അകത്തെ മനുഷ്യനെ പണിതെടുക്കുന്നത് കുഞ്ഞാടിൻ്റെ മണവാട്ടിയെ തീരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് വിറയ്ക്കുന്ന കൈകൾ നമുക്കുണ്ടാകാം, ഉറയ്ക്കാത്ത കാലുകളായിരിക്കാം, അതേ നരച്ച തലയായിരിക്കാം, കൊഴിഞ്ഞുപോയ പല്ലുകളുള്ള വായായിരിക്കാം. അങ്ങനെ പുറമേ നോക്കുമ്പോൾ ഒന്നുകൊണ്ടും ഒരു വിശേഷതയുമില്ലാത്ത ഒരു വ്യക്തിയായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് ഓർപ്പിക്കുക, നമ്മുടെ അകത്തെ മനുഷ്യൻ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെടുന്ന പുതുമനുഷ്യനെ ആയിത്തീർന്നുകൊണ്ടിരിക്കുക. ഇന്ന് നമ്മുടെ ഉൾക്കണ്ണുകൾ അകത്തേക്ക് നോക്കി പറയണം, എൻ്റെ അകത്തൊരു മനുഷ്യനുണ്ട്, അത് ക്രിസ്തുവിനോട് സദൃശ്യപ്പെടുന്നതാണ്. യേശുവിനോട് സദൃശ്യപ്പെടുന്ന നമ്മുടെ ആത്മാവിനെ പണിതെടുത്ത് അതൊരു ശരീരമായി വെളിപ്പെട്ട് അവനോട് ചേരുവാൻ വേണ്ടി ദൈവാത്മാ നമ്മെ പണിതെടുക്കും. നമ്മൾ പുനരുത്ഥാനം പ്രാപിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ ശരീരം ക്രിസ്തുവിനോട് അനുരൂപപ്പെടുവാൻ, സദൃശ്യപ്പെടുവാൻ, നമ്മോട് ചേരുവാൻ തക്ക യോഗ്യമായ ശരീരമായിരിക്കും. അതോടുകൂടിയാണ് ആ വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേക വസ്ത്രമല്ല, അവർ രാജാവിൻ്റെ കല്യാണത്തോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുമ്പോൾ രാത്രി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. നമുക്ക് പ്രത്യേക വസ്ത്രം എന്ന് പറഞ്ഞാൽ അതിവിടെ പറഞ്ഞിരിക്കുകയാണ്, അത് അവളുടെ നീതി പ്രവൃത്തിയാണെന്ന് പറയുന്നത്. അവളുടെ
പ്രത്യേകമായിരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നീതി പ്രവർത്തികളാണ് വിളിക്കുന്നത്. നമ്മൾ എത്രമാത്രം നീതി പ്രവർത്തികൾ ചെയ്യുന്നുവോ അത്രമാത്രം നമ്മുടെ തേജസ്സും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പം വിശേഷ വസ്ത്രം എന്നുള്ളത് നമ്മളിവിടെ വെച്ച് പ്രാപിക്കേണ്ടതാണ്. ഇനി അവിടെ ചെന്നിട്ട് പ്രവർത്തിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ചെന്നിട്ട് സ്വർഗത്തിൽ ചെന്നിട്ട് ഒരു പ്രവൃത്തിയും ചെയ്യാൻ പറ്റത്തില്ല. എവിടെ നമ്മൾ പ്രവർത്തിക്കേണ്ടത്? അത് പ്രവർത്തിക്കേണ്ടത് ഭൂമിയിലായിരിക്കുമ്പോഴാണ്. എന്താണ് നാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ പറയുന്നത് തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു, അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. നീതി പ്രവർത്തി സ്വർഗത്തിൽ പോയി ചെയ്യാനൊന്നുമില്ല, അവിടെ പോയി ഒരുക്കമൊന്നുമില്ല. അവിടെ പോയി ഒരുങ്ങാന്നാരും വിചാരിക്കുകയും ചെയ്തത്. ആ അന്തഃപുരത്തിൽ കൊണ്ടുപോയി സാങ്കല്പികമായ അന്തഃപുരത്തിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ അവിടെ മധ്യാകാശം കൊണ്ട് മണിയറയെ കൊണ്ട് ഒരുക്കാമെന്ന് വിചാരിക്കരുത്. ഇവിടെ നമ്മൾ ഒരുക്കപ്പെടണം. എങ്ങനെ ഒരുക്കപ്പെടുന്നത്? അവിടെ നീതി പ്രവർത്തികൾ തന്നെ. അപ്പോൾ ക്രിസ്തുയേശുവിൽ വന്ന ശേഷമായി നാം നമ്മെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നീതി പ്രവർത്തികൾ ചെയ്യുന്നതാണ് നമ്മുടെ വസ്ത്രം. അതെ, വിശേഷ വസ്ത്രമായി തീരുന്നത്. മണവാട്ടിയുടെ വിശേഷ വസ്ത്രമായി തീരുന്നത് നമ്മൾ ചെയ്യുന്ന നീതി പ്രവർത്തികളാണ്. ഓരോ വസ്ത്രത്തിൻ്റെയും നൂലുകൾ, ത്രെഡുകൾ, അത് യഥാർത്ഥത്തിൽ അത് വേണ്ട രീതിയിൽ നെയ്തെടുത്തെങ്കിൽ മാത്രമേ വസ്ത്രമാകുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതവും ഒരു വസ്ത്രം നെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും നിങ്ങളും പറയുന്ന വാക്കുകളും പ്രവൃത്തികളും ചിന്തകളുമെല്ലാം നമുക്ക് ഭാവിയിൽ ധരിക്കാൻ വേണ്ടിയ വസ്ത്രമാക്കി തീർക്കുകയാണ്. അതുകൊണ്ട് ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വസ്ത്രം കൂടി നമ്മൾ ഒരുക്കിയെടുത്തോണം കേട്ടോ. അതുകൊണ്ട് ഇവിടെയാണ് നീതി പ്രവർത്തിക്കാനുള്ളത്. നാം ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മുടെ വസ്ത്രത്തിൻ്റെ ആ പണി അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. ഇതുവരെയും ഈ മർമ്മം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവിടെ ചെന്നിട്ട് ദൈവം പ്രത്യേക ഒരു വസ്ത്രം എടുത്ത് എരിയല്ല ചെയ്യുന്നത്. അവർക്ക് വെള്ള നിലയെങ്കിൽ കൊടുത്തെന്ന് പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം അവർ കഷ്ടപ്പെട്ടതനുസരിച്ചുള്ള ആ പദവിയാണ് അവർക്ക് കൊടുക്കുന്നത്. അവരെ മനസ്സായി കൊടുക്കുക, നിങ്ങൾ വെള്ള നിലയ്ക്ക് എരിപ്പാൻ യോഗ്യരാകുകയാണ്. ഇതെല്ലാം അവർ അനുഭവിച്ച കഷ്ടങ്ങൾക്കുള്ള പ്രതിഫലമാണ് കൊടുക്കുന്നെങ്കിൽ കുഞ്ഞാടിൻ്റെ മണവാട്ടിക്ക് ലഭിക്കുന്ന വിശേഷ വസ്ത്രം അത് നമ്മുടെ മനസ്സുകൊണ്ടും നമ്മുടെ ഹൃദയം കൊണ്ടും നമ്മുടെ ജീവിതത്തിൻ്റെ ശരീരം കൊണ്ടും ദേഹം കൊണ്ടും ദേഹി കൊണ്ടും നാം ചെയ്യുന്നതെല്ലാം നീതിയായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ വിശേഷ വസ്ത്രത്തിന് യോഗ്യരായിത്തീരാൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ ദേഹം കൊണ്ടും ദേഹി കൊണ്ടും ആത്മാവ് കൊണ്ടും നാം ചേർന്ന് നിൽക്കുന്നത്, നെയ്തെടുക്കുന്നത് വിശുദ്ധമായിരിക്കണം, നീതിയായിരിക്കണം. അതിനെയാണ് വിശേഷ വസ്ത്രം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് തിരിച്ചറിവുള്ളവരായി നമ്മൾ ആവോളം നന്മകൾ ചെയ്തുകൊണ്ട് നീതി പ്രവർത്തികൾ ചെയ്തുകൊണ്ട് ഈ വസ്ത്രം അത് ദൈവം നമുക്ക് നൽകുവാൻ വേണ്ടി സ്വർഗത്തിൽ കരുതിയിരിക്കുന്ന വസ്ത്രം ഇവിടെ നീതി പ്രവർത്തികൾ ചെയ്ത് അതിൻ്റെ നന്മ അനുഭവിച്ച് അകത്തെ മനുഷ്യനെ രൂപപ്പെടുത്തിയെടുത്ത് ക്രിസ്തുവിനോട് അനുരൂപമായി തീരുവാൻ, അവനോട് ചേരുവാനുള്ള വലിയ പദവിയായി തീരുവാൻ വേണ്ടി കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കിയെടുക്കുന്നല്ലോ. അതിനുള്ള ചിന്തകൾ നമുക്ക് നൽകുന്നല്ലോ, അതിനുള്ള വഴികൾ നമുക്ക് കാണിച്ചു തരുന്നല്ലോ. ആ പാതയിലൂടെ നടന്ന് അത് പ്രാപിച്ചെടുത്ത് കുഞ്ഞാടിൻ്റെ കല്യാണ നാളിൽ ആ സുദിനത്തിൽ അവനോട് കൂടെ നിൽക്കുവാൻ, അവൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുവാൻ അതേ ദൈവമായ കർത്താവ് നമുക്ക് ഭാഗ്യം നൽകട്ടെ. പിതാവാം ദൈവത്തിൻ്റെ സന്നിധിയിൽ പുത്രനാകുന്ന കുഞ്ഞാടിൻ്റെ മണവാട്ടിയായി നിൽക്കുന്നതിന് പരമായി മറ്റൊരു ഭാഗ്യമില്ല. രാത്രിയിൽ ആ ഭാഗ്യത്തിന് വേണ്ടി ജീവിതത്തെ നാം എന്നും സമർപ്പിച്ച് ജീവിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ ആഗ്രഹം അതായിരിക്കണം. അതെ, എനിക്ക് ഒരു ദിവസം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. കോടാനുകോടി വിശുദ്ധന്മാർ ആ കുഞ്ഞാടിൻ്റെ മണവാട്ടി പദത്തിൽ അലങ്കരിച്ച് വിശേഷ വസ്ത്രം ധരിച്ചുകൊണ്ട് പിതാവിൻ്റെ സന്നിധിയിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ അവിടെ നിൽക്കുമ്പോൾ എത്ര സന്തോഷവും ആനന്ദകരവുമായിരിക്കും. അവർ കൂടി നിൽക്കുന്നവർ പറയുകയാണ്, നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. കാന്തയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പിന്നീട് 21 അധ്യായത്തിലേക്ക് വരുമ്പോഴും കുഞ്ഞാടിൻ്റെ മണവാട്ടിയെ കാന്തയെ കാണിച്ചതാന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗീയശേവനെ കാണിക്കുന്നുണ്ട്. രാത്രി പ്രിയപ്പെട്ടവരെ, എത്രമാത്രം പദവിയുള്ളതാണ് ഈ വിവാഹ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ കുഞ്ഞാടിൻ്റെ മണവാട്യത്തിലാണ് ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. അത് കർത്താവിൻ്റെ ദാസനായിരിക്കുന്ന അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞു, ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷൻ നിങ്ങളെ
നിർമ്മലകന്യയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈവമക്കൾ വിശുദ്ധിയെ തികച്ചുകൊണ്ട് എടുക്കപ്പെട്ട് വലിയ സന്തോഷത്തിൻ്റെ ദിവസത്തിൽ നമുക്ക് ചുറ്റുമായി നിന്ന് പഴയ നിയമ പുതിയ ശ്രേഷ്ഠന്മാരായ വിശുദ്ധന്മാർ അവർ ഉറക്കെ പറയുന്നത് നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമ്മെ ദൈവം കരേറ്റി സ്വർഗാസുഖത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം ഏത് എന്ന് ചോദിച്ചാൽ സ്വർഗീയ വിവാഹത്തിന്റെ സുദിനത്തിൽ അന്ന് അവിടെ ഉണ്ടാകുന്ന സന്തോഷമാണ് ഏറ്റവും വലിയ സന്തോഷം. അത് അനുഭവിക്കുവാൻ, അതിൽ പങ്കാളിയായിത്തീരുവാൻ ഭാഗ്യം ലഭിക്കുന്നവർ രാത്രിയിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഞാനതേക്കുറിച്ച് ഇനിയും സുദീർഘമായിട്ട് എടുത്തു പോകാൻ ആഗ്രഹിക്കുന്നില്ല. വിശേഷ വസ്ത്രം അന്തഃപുരത്തിലെ രാജകുമാരിക്ക് ലഭിക്കുന്നതാണ്. അപ്പം നീതീകരണവും ശുദ്ധീകരണവും ലഭിക്കുന്നതിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഇത് സാങ്കല്പികമായിരിക്കുന്ന ഒരു മണിയറയിൽ വെച്ച് നടക്കുന്ന കാര്യമല്ല കുഞ്ഞാടിൻ്റെ വിവാഹം എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പലരും അതേക്കുറിച്ചൊക്കെ പാടിയിട്ടുണ്ട്. മധ്യാകാശ മണിപ്പന്തൽ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ മധ്യാകാശത്തിൽ മണിപ്പന്തൽ ഇല്ല എന്നുള്ളത് വളരെ തറപ്പിച്ചും ഉറപ്പിച്ചും പറയുന്നു. കുഞ്ഞാടിൻ്റെ വിവാഹം നടക്കുന്ന മധ്യാകാശത്തിൽ വെച്ചല്ല നടക്കുന്നത്. അത് ദൈവസഭ എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ സ്വർഗീയ സിംഹാസനത്തിലേക്കായി എടുക്കപ്പെടുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഏകദേശം 7 വർഷം കഴിയുമ്പോഴാണ് ഈ പറയുന്ന ശുശ്രൂഷയെല്ലാം തികച്ചിട്ട് മണവാളനും മണവാട്ടിയും ഭവനമൊരുക്കിയ ശേഷമാണ് വിവാഹം നടക്കുന്നത്. അപ്പോൾ ഭവനമൊരുക്കപ്പെടും. ഇസ്രായേലിൻ്റെ നിഴലായിരിക്കുന്ന വിവാഹത്തിലും വരൻ വധുവിന് വേണ്ടി ഉള്ള ഭവനം ഒരുക്കിയ ശേഷമാണ് വിവാഹം എന്നുള്ളത് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിത്യതയിൽ പിതാവാന്തയും വസിക്കുന്ന ഭവനം ഒരുക്കുവാൻ വേണ്ടി ആത്മകഥാവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ഞാൻ ഇരിക്കുന്നത് നിങ്ങളിരിക്കുന്നത് എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ. അപ്പം അങ്ങനെ ദൈവം നമ്മളെ ചേർത്തുകൊണ്ടു. അതിനുശേഷമായി ഈ ഭവനത്തിൻ്റെ പണിയുടെ മന്ദിരം മാത്രമേ പണിതുള്ളൂ. അതിനുശേഷമായിട്ടുള്ള പണി മുഴുവനും പൂർത്തീകരിക്കപ്പെടണം. അത് പൂർത്തീകരിക്കപ്പെടുവാൻ വേണ്ടി പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും ശ്രേഷ്ഠന്മാർ സകല വിശ്വാസികൾ എത്തിച്ചേരുമ്പോൾ സ്വർഗീയ യെരൂശലേമിൻ്റെ പണിയുടെ കല്ലുകളെല്ലാം എത്തിച്ചേർന്ന ശേഷമാണ് അവിടെ ഈ പറയുന്ന രാജാവായിട്ടവൻ വാഴുകയും കുഞ്ഞാടിൻ്റെ കല്യാണം നടക്കുകയും ചെയ്യുന്നത്. അതാണ് ഈ ഭവനം ഒരുക്കിയ ശേഷമായി കുഞ്ഞാടിൻ്റെ കല്യാണം നടക്കുന്നത്. അപ്പോൾ അവൻ്റെ ഭവനമായി തീരുവാൻ ആ നഗരം മുഴുവൻ പണിയപ്പെടണം. അത് മുഴുവനും പണിയപ്പെട്ട് മനോഹരമായി തീർന്ന ആ സന്ദർഭത്തിലാണ് മണവാളനാകുന്നത്. കുഞ്ഞാട് മണവാട്ടിയെ വേളി കഴിക്കുന്നത്. അതേക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം വളരെ സന്തോഷമാണ്. അത് നടക്കുന്നത് എവിടെ വെച്ചാണെന്ന് വെളിപ്പാട് ദിവസം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുക. എവിടെ വെച്ചാണ് നടക്കുന്നത്? സ്വർഗത്തിൽ വെച്ചാണ് നടക്കുന്നത്, അല്ലാതെ മധ്യാകാശത്തിൽ വെച്ചല്ല. സഭ എടുക്കപ്പെടുമ്പോഴേ അവിടെ വെച്ച് കല്യാണം നടക്കുന്നില്ല. സഭ എടുക്കപ്പെട്ടാൽ പിന്നീട് എവിടെ എന്നുള്ളത് അറിയാൻ കഴിയാത്തതുകൊണ്ടാണ് മധ്യാകാശത്തിൽ സാങ്കല്പിക ഒരു മണിയറ ഉണ്ടാക്കിയത്. എന്നാൽ അങ്ങനെ ഒരു മണിപ്പന്തലോ മണിയറയോ അവിടെ ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം മധ്യാകാശത്തിലാണ് വിശുദ്ധന്മാരുടെ ആത്മാക്കൾ വിശ്രമിക്കുന്നത്. അവർ പുനരുത്ഥാനം പ്രാപിക്കുമ്പോൾ പിന്നെയും അവിടെയല്ല വസിക്കുന്നത്. അവർ സ്വർഗത്തിൽ ആണ്. യേശു ക്രിസ്തു ഇരിക്കുന്ന സിംഹാസനത്തിലേക്കാണ് അവർ എടുക്കപ്പെടുന്നത്. 7 വർഷം കഴിയുമ്പോഴാണ് കുഞ്ഞാടിൻ്റെ വിവാഹം നടക്കുന്നത്. അത് സ്വർഗത്തിൽ വെച്ചാകുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. സ്വർഗത്തിൽ പിതാവാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വെച്ച് നടക്കുന്ന വ്യക്തമാക്കപ്പെടുന്നു. സ്വർഗീയ വിവാഹത്തിലെ ആത്മവളനാകുന്ന ക്രിസ്തു യേശു രാജകുമാരനും സർവാംഗ സുന്ദരനുമായിരിക്കുന്നത് പോലെ അവൻ സർവാംഗ സുന്ദരനാണ്. ഉത്തമഗീതം 5-16 വാക്യത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ രാജകുമാരനാണ്, സർവാംഗ സുന്ദരനാണ്. അവനോട് ചേരുന്ന ആത്മമണവാട്ടിയാകുന്ന വിശുദ്ധ സഭ രാജകുമാരിയും സർവാംഗ സുന്ദരിയുമാകുന്നു. ഉത്തമഗീതം 4-7 വാക്യം. ഉത്തമഗീതം 4-7 വാക്യത്തിലെ സർവാംഗ സുന്ദരിയാകുന്ന രാജകുമാരിയും സർവാംഗ സുന്ദരനാകുന്ന രാജകുമാരനും അത് യേശു ക്രിസ്തുവാകുന്ന ആത്മമണവാളനും ആത്മമണവാട്ടിയാകുന്ന ദൈവസഭയുമാകുന്നു. അപ്പോൾ അവര് സർവാംഗ സുന്ദരം എന്ന് പറഞ്ഞാൽ ഒരിടത്തും ഒരു ഊനമില്ലാത്ത സർവ അംഗം എന്ന് പറഞ്ഞാൽ സർവ അവയവങ്ങളും എല്ലാം അതിന് ഊനമില്ലാത്തതിനെയാണ് സർവാംഗ സുന്ദരൻ, സർവാംഗ സുന്ദരി എന്ന് പറയുന്നത്. ഇന്ന് ലോകത്തിൽ ഏത് മനുഷ്യനെടുത്ത് പഠിച്ചാലും ഏതെങ്കിലും അവയവത്തിനൊരു കേടില്ലാത്ത ഒരൊറ്റ മനുഷ്യൻ പോലും ലോകത്തിലില്ല.
ഇവിടെ ഒരു സർവാംഗ സുന്ദരനുമില്ല, ഇവിടെ ഒരു സർവാംഗ സുന്ദരിയുമില്ല. ആർക്കെങ്കിലും ഒരു അവയവത്തിനും ഒരു കേടുപോലുമില്ലാത്ത, ഊനതയൊന്നുമില്ലാത്ത ആരെങ്കിലും ഒരാൾ ഈ ലോകത്തിലുണ്ടോ? ഉണ്ടോ? എല്ലാ മനുഷ്യർക്കും ന്യൂനതകളും ബലഹീനതകളുമുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ സർവാംഗസുന്ദരനായിരിക്കുന്ന ക്രിസ്തുയേശു അവൻ നിത്യമണവാളനാണ്. അവനോട് ചേരുവാനുള്ള ആത്മമണവാട്ടി നിത്യ മണവാട്ടിയാണ്. ഒരു ഊനവുമില്ലാത്തതാണ്. സർവാംഗസുന്ദരനായിരിക്കുന്ന ഊനമില്ലാത്ത കുഞ്ഞാടിന്റെ രക്തത്തിൽ പിറക്കുന്നവർക്ക് മാത്രമേ ഊനമില്ലാത്ത സർവാംഗ സുന്ദരിയായി തീരാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നമ്മെ ആ പദവിയിലേക്ക് എത്തിക്കുവാൻ എന്ന് പറഞ്ഞാൽ കറ, വാട്ടം, മാലിന്യം, ചുളുക്കം ഇവയൊന്നുമില്ലാത്ത തേജസ്സോടുകൂടെ സ്വർഗീയപിതാവിന്റെ സന്നിധിയിൽ നിർത്തുവാൻ ക്രിസ്തുയേശു നമ്മെ സ്നേഹിച്ചു. അവനെ നമുക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു തന്നു. നമ്മുടെ കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഇതെല്ലാം നമ്മുടെ അവയവങ്ങളിലുള്ള കുറവുകളാണ്. എന്നാൽ നമ്മളെ ശുദ്ധിയാക്കി തീർക്കുവാൻ കറയെന്ന പാപമെന്ന കറ, ചുളുക്കം പാരമ്പര്യത്തിൻ്റെതായ ചുളുക്കം, അതുപോലെ തന്നെ വാട്ടം, നിരാശ, നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് വാടിപ്പോകുന്നവരാണ്. മാലിന്യം, ഈ ലോകത്തിൽ നമുക്ക് വേണ്ടാത്തതൊക്കെ നാം ശേഖരിച്ചു വെക്കുന്നതെല്ലാം മാലിന്യത്തിൽപ്പെടുന്നതാണ്. അല്ലെങ്കിൽ ഇതൊന്നുമില്ലാത്ത സഭയെ തേജസ്സോടെ സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിൽ നിർത്തുവാൻ പരിശുദ്ധാത്മാ നമ്മെ സ്നേഹിച്ച് അവൻ്റെ പദവിയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് നാം എത്രമാത്രം തിരിച്ചറിഞ്ഞിരിക്കണം. അത് തിരിച്ചറിഞ്ഞ് ലോക ജീവിതത്തിൽ ഓരോ വിശ്വാസിയും തന്നെത്താൻ കാത്ത് സൂക്ഷിക്കണം. അങ്ങനെയുള്ളവരെ പരിശുദ്ധാത്മാവാൻ ദൈവം തികഞ്ഞവരായി സ്വർഗത്തിൽ എടുക്കുന്നു. അവരാണ് കുഞ്ഞാടിൻ്റെ കല്യാണ ദിനത്തിൽ അതിമഹത്തായ ദൈവ തേജസ്സിൻ്റെ വിശേഷ വസ്ത്രം ധരിച്ച് പിതാവാ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ നിർമ്മലീനി കുഞ്ഞാടാൻ ദൈവത്തെ തന്നെയാണ് പ്രതിഫലമായി ലഭിക്കുന്നത്. അവർ ചോദിച്ചു, ഞങ്ങൾക്ക് എന്ത് ലഭിക്കുമെന്ന് ചോദിച്ചു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നോട് കൂടി ഇരിക്കുമെന്ന് പറഞ്ഞു. ഇവിടെ രാത്രിയിൽ ചോദിക്കുമ്പോൾ അപ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? നാം ആരായിത്തീരും? ഇപ്പോൾ സ്വർഗാസുഖത്ത് ചേരുന്ന പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും സകലവിശുദ്ധന്മാർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് കൂടി ഇന്ന് ചിന്തിച്ച് ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കാം. ഇപ്പം വിശേഷ വസ്ത്രം അന്തഃപുരത്തിലെ രാജകുമാരി ദൈവദേശ പരിപൂർണതയിലാണ് പ്രവേശിക്കുന്ന കല്യാണ നാളിലാണ് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം പൊൻകസവ് കൊണ്ടുള്ളതും ചിത്രത്തൈലുള്ളതുമാണ്. കുഞ്ഞാടിൻ്റെ കാന്ത അത് ധരിച്ചാണ് ദൈവസനിൽ മഹാരാജാധിവാലയത്തിൽ പ്രവേശിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ ഭൂമിയിലെ ഒരുക്കം പൂർത്തിയാക്കി സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്ന കാന്തയ്ക്ക് മാത്രമാണ് കല്യാണ നാളിൽ വിശേഷ വസ്ത്രം ധരിപ്പാനുള്ള യോഗ്യത ലഭിക്കുന്നത്. നമ്മുടെ നീതി പ്രവർത്തികളാണ് നാം വിശ്വാസമെന്ന് അനുദിനം ചെയ്യുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി ചെയ്യുന്ന നീതി പ്രവർത്തികൾ അത് വിശേഷ വസ്ത്രമായെന്ന് നമ്മെ അലങ്കരിക്കും. സ്വർഗാസ്വർഗത്തിൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം നോക്കുമ്പോൾ നിർമ്മല കന്യകയ്ക്ക് കുഞ്ഞാടാൻ ദൈവത്തെ തന്നെയാണ് പ്രതിഫലമായി ലഭിക്കുന്നത്. മറ്റു വിശുദ്ധന്മാർക്ക് അവനോടൊപ്പം നിത്യം വസിപ്പാനുള്ള പദവിയാണ് ലഭിക്കുന്നത്. നിത്യം വസിക്കാം. എന്നാൽ കുഞ്ഞാടിന് ലഭിക്കുന്നത് യേശുവിനോട് ചേരുവാനുള്ള പദവിയാണ് ലഭിച്ചിരിക്കുന്നത്. ക്രിസ്തുവും സഭയും സ്വർഗത്തിൽ ഒന്നായി ചേരുന്ന മകനീയ സന്ദർഭത്തിലാണ് തിരുവനന്തപുരത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും വലിയ മർമ്മം അക്ഷരികമായി നിറവേറപ്പെടുന്നത്. സ്വർഗാസുഖത്തിൽ വെച്ചാണ്, മണിപ്പന്തലിൽ വെച്ചല്ല. അത് മധ്യാകാശത്തിലെ മണിപ്പന്തലിൽ വെച്ചല്ല. ആരെങ്കിലും പാടുന്നുണ്ടെങ്കിൽ ആ പാട്ടിനൊരു അർത്ഥമുള്ളതല്ല. കാരണം ദൈവവചനത്തിനകത്ത് ആധികാരികത ഇല്ലാത്തത് കൊണ്ടാണ് നാം അതിനെ തെറ്റാണെന്ന് പറയുന്നത്. ഇല്ലാത്ത കാര്യങ്ങളെ ആര് പാടിയാലും അത് മനസ്സിലാകുമ്പോൾ ഉപേക്ഷിച്ച് കളഞ്ഞേക്കുന്നതാണ് നല്ലത്. അതില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ പാടിക്കൊണ്ട് നടക്കുന്നത്? ഇല്ലാത്ത കാര്യങ്ങൾ പാടേണ്ടല്ലോ, ഉള്ളത് പാടിയാൽ പോലെ. മധ്യാകാശത്ത് മണിയറയില്ല, മണിപ്പന്തലില്ല, അവിടെ ഒരു പരിപാടിയില്ല. കർത്താവിൻ്റെ സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ നേരെ സ്വർഗാസ്വർഗത്തിലേക്കാണ് പോകുന്നത്. അവിടെയാണ് 7 വർഷം കർത്താവിനോട് ശുശ്രൂഷയുള്ളത്. അതിന് ശേഷമായിട്ടാണ് സ്വർഗത്തിൽ പിതാവാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പുത്രനാകുന്ന യേശു ക്രിസ്തു രാജാവായതിനു ശേഷമാണ് കുഞ്ഞാടിൻ്റെ കല്യാണം നടക്കുന്നതെന്നൊക്കെ വളരെ സവിസ്തരമായി ചിന്തിച്ചിട്ട് വീണ്ടും മധ്യാകാശത്തിലെ മണിയറയൊക്കെ പാടിയാൽ വിഷമം തോന്നും. അതുകൊണ്ട് നിങ്ങളത് ബുദ്ധിപൂർവ്വം ഒഴിവാക്കുക. അതാ ചിലർ പാടിക്കൊണ്ട് പോകുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള പാരമ്പര്യമൊന്നും നമ്മൾ പിൻപറ്റേണ്ട ആവശ്യമില്ല. ഞാൻ
വിഭാഗത്തെക്കുറിച്ചും ശുശ്രൂഷകളെക്കുറിച്ചും പറഞ്ഞപ്പോൾ എല്ലാം അങ്ങനെ അക്ഷരം പിടി പോകണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. നമ്മൾ മാറേണ്ടതിനെ മാറ്റി വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്ന് നോക്കി മുന്നോട്ട് പോകണം എന്നുള്ളത് ഓർപ്പിക്കുന്നു. ഇത് ഉൽപ്പത്തി പുസ്തകം 2-24 വാക്യത്തിൽ ഇതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. മത്തായി സുവിശേഷം 19-4 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ, മർക്കോസിന്റെ സുവിശേഷം 10-4 മുതൽ 8 വരെ, 1 കൊരിന്ത്യർക്കെഴുതിയ 6-17, എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5 മുതൽ 31-32 വാക്യങ്ങളിൽ ഇഹലോക ജീവിതത്തിൽ അതിനെ ഒരുവൻ യോഗ്യനാകുന്ന ഇതിന് യോഗ്യനായേക്കാൾ ഭാഗ്യം മറ്റൊന്നുമില്ല എന്ന് ഓർപ്പിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഭാഗത്തിന്റെ പഠനത്തിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ കഥ വളരെ സവിസ്തരമായി ഈ വിഷയം സംസാരിപ്പാൻ ഇടയാത്തുന്നല്ലോ. അപ്പോൾ എഫെസ്യർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് വളരെ ആധികാരികമായി ഈ കാര്യം അവൻ അടിവരയിട്ട് പറഞ്ഞു. ബൈബിളിൽ ഏറ്റവും പ്രാധാന്യതയുള്ളത് കുഞ്ഞാടിൻ്റെ കല്യാണ ദിവസമാണ്. അതിനുവേണ്ടി ഒരുക്കപ്പെടുന്ന മണവാട്ടി സഭയാണ് ഏറ്റവും കാതലായിട്ടുള്ളത് എന്നുള്ളത് ഇവിടെ രേഖപ്പെടുത്തുമ്പോൾ ആ വലിയ മർമ്മത്തിന് നമ്മൾ യോഗ്യരായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിൻ്റെ 1 കൊരിന്ത്യർ 6-17 വാക്യത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവാകുന്നു. അപ്പോൾ നിങ്ങൾ ഇരുവരും ഒരു ദേഹമായി തീരുമെന്നുണ്ടല്ലോ എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ഉള്ളത് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുക. നമ്മൾ പറയും ഒരു ദേഹമായി തീരുന്നു, ഒരു ശരീരമായി തീരുന്നു, ഒരു സയാമീസേട്ടുകളായി തീരുക എന്നല്ല എൻ്റെ അർത്ഥം. അങ്ങനെ ചിന്തിക്കരുത്. ഒരു ശരീരം എന്ന് പറഞ്ഞാൽ 2 ശരീരം ഒന്നായി ചേരുന്ന ഒട്ടിച്ചു വെക്കുന്നതല്ല ഒരായി തീരുക എന്നുള്ളത്. അതിൻ്റെ അർത്ഥം അതിൻ്റെ 1 കൊരിന്ത്യർ 6-17 വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് മുകളിലുള്ള ഭാഗം വായിച്ചാൽ മതി. വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏകശരീരമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇരുവരും ഒരു ദേഹമായി തീരുമെന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ, അപ്പോൾ അവിടെ ഒരു ഏക ശരീരമായി തീർന്നു. എന്നിട്ട് പറയുകയാണ്, കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവാകുന്നു. ദുർനടപ്പ് വിട്ടോടുവീൻ. മനുഷ്യൻ ചെയ്യുന്ന ഏത് പാവവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പ് കാണുന്നു സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ദൈവത്തിന് ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന് മന്ദിരമാകുന്ന നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ലെന്നും അറിഞ്ഞില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. ഇന്നത്തെ ലോകം അതപ്പതിച്ച് ആത്മീയ ലോകത്തിൽ പോലും മ്ലേച്ഛതയും ദുർനടപ്പും പാപവും പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ രാത്രി പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കുകയാണ്, കർത്താവുമായി നോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഏകാത്മാവാകുന്നു. അവനോട് നമ്മൾ ക്രിസ്തുവിനോട് ഏകാത്മാവിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏകാത്മാവിൽ നാം ദൈവത്തെ സ്തുതിക്കണം. മണവാട്ടി സഭ ഏകാത്മാവാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നാം കർത്താവോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏക ആത്മാവാകുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മനസ്സ് നമുക്കും ഉണ്ടായിരിക്കണം. ഇത് സന്ദേശം മനസ്സിലായി വിചാരിക്കുന്നല്ലോ. ഇവിടെ ഇത് പറഞ്ഞിരിക്കുന്നത് മുഴുവൻ 1 കൊരിന്ത്യർ 6 കുറിച്ച് പഠിക്കുമ്പോൾ ദുർനടപ്പുള്ള ഒരു പശ്ചാത്തലമായിരുന്നു അന്നത്തെ കൊരിന്ത്യ സഭയിലുണ്ടായിരുന്നത്. കാര്യം ശരിയാ, അന്യഭാഷയൊക്കെ പറയുന്നവരൊക്കെ ആയിരുന്നു, കാര്യങ്ങളൊക്കെ ശരിയായിരുന്നു. എന്നാൽ അവിടെ അതിൻ്റെ അകത്തുണ്ടായിരുന്ന മ്ലേച്ഛതയെക്കുറിച്ച് വളരെ കാര്യമായ രീതിയിൽ പൗലോസ് അവരെ തർജ്ജനം ചെയ്യുക. ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, ദൈവസഭയ്ക്കകത്ത് ദൈവമക്കളുടെ ഇടപാടിനകത്ത് നമ്മുടെ കൂടിവരവിൽ എപ്പോഴും നാം കാത്തു സൂക്ഷിക്കേണ്ടത് വിശുദ്ധിയെ സൂക്ഷിക്കണം. ദുർനടപ്പുണ്ടാകാൻ പാടില്ല, അതൊരു വിധത്തിലുണ്ടാകാൻ പാടില്ല എന്നുള്ളത് ദൈവം പറഞ്ഞിരിക്കുമ്പോൾ, വിലക്കിയിരിക്കുമ്പോൾ അത് അങ്ങനെ തന്നെ കാത്തു സൂക്ഷിക്കണം എന്നുള്ളത് പറയുമ്പോൾ ക്രിസ്തുവായിട്ട് ഏകാത്മാവിൽ നാം ആയിത്തീരണം. അങ്ങനെയാണ് അവനുമായിട്ട് പറ്റിച്ചേരുന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ ആത്മാവുമായി ഒന്നായിത്തീർന്ന് പരിശുദ്ധാത്മാവോട് ഒന്നായിത്തീരുന്ന ഒരു ജീവിതത്തുടമയായിത്തീർന്ന് എൻ്റെ മണവാട്ടിയായിത്തീർന്ന് തികവുള്ളവരായിത്തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവനിൽ നിന്ന് നമ്മളെ അകറ്റുന്നതായ മാലിന്യങ്ങളൊന്നും വാട്ടം മാലിന്യം ചുളുക്കുന്നതൊന്നും കടന്നു വരാതെ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് സന്തോഷത്തോടെ ക്രിസ്തുജീവൻ നയിച്ച് യേശു കർത്താവിൻ്റെ വരവിൽ ഒരുക്കപ്പെടുവാൻ ഈ ലോക ജീവിതത്തിൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതേ മാലിന്യം കൂമ്പാരം പോലെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ, പാപം പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ദൈവകൃപ ആവശ്യമാണ്. പാപം പെരുകിയെടുത്ത് കൃപ വർദ്ധിച്ചു വന്നതുപോലെ
ഈ കാലഘട്ടങ്ങളിൽ കൃപയ്ക്കുള്ളിൽ നിൽക്കുവാൻ, ദൈവകൃപയ്ക്കുള്ളിൽ നിൽക്കുവാൻ, വീണു പോകാതിരിക്കുവാൻ, നാം പരാജയപ്പെട്ടു പോകാതിരിക്കുവാൻ നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കാം. ക്രിസ്തു അവനോട് ചേരുന്നവൻ അവനുമായി ഏക ആത്മാവാകുന്നു. യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിനോട് ചേർന്ന് നടന്ന് എൻ്റെ വരവെങ്കിലും എടുക്കപ്പെടുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കുഞ്ഞാടിൻ്റെ കല്യാണ നാളിൽ അവരുമായി ചേരുവാനുള്ള വലിയ ഭാഗ്യകരമായ വലിയ മർമ്മം നിറവേറപ്പെടുമ്പോൾ നമുക്ക് ചുറ്റും അനേക വിശുദ്ധന്മാർ അവർ സന്തോഷിച്ച് ഉല്ലസിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ മണവാട്ടി സഭയ്ക്ക് എത്രമാത്രം സന്തോഷമായിരിക്കും. അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വലിയൊരു ആനന്ദത്തിൻ്റെ സമയം നമുക്ക് മുമ്പിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് രാത്രിയിൽ നമുക്ക് സന്തോഷത്തോടെ വചനത്തേറ്റെടുത്തുകൊണ്ട് കുഞ്ഞാടിൻ്റെ വിവാഹത്തിനായി ഒരുങ്ങാം. അതിനായി കർത്താവ് നമ്മെ ഒരുക്കട്ടെ എന്നുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ഞാൻ ഈ ക്ലാസ് വിരാമമിടുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.